പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല ഉച്ച കഴിഞ്ഞ വേളയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാവേളയെങ്കിൽ നമുക്കൊരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷികൂടാരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി. ഈ സാക്ഷികൂടാരത്തിലേക്ക് ഇന്ന് നമ്മോടൊത്ത് കർത്താവിന്റെ ദാസൻ ബൈജു പോള് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വചനദീപ്തിയിൽ ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയും അതെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റിതര മീഡിയകളിലൂടെയും ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്തദാസനെ ഓർത്ത് ഞാൻ ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനാപൂർവം ആമേൻ ഇന്നത്തെ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പണത്തോടെ ആയിരിക്കാം. അനുഗ്രഹീതമായ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ആ വിടുതലുകളും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളും ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ദൈവം അവസരം തരുന്നല്ലോ. പലപ്പോഴും ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലയിലാണ് അവരുടെ സാക്ഷ്യങ്ങൾ. ആമേൻ ഇന്ന് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്തദാസിന് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്ന ഈ ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തത്സമയമുള്ള ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ അവരൊക്കെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു നിമിഷം കർത്തദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, നല്ലതും വിലയേറിയതുമായ സമയത്തിനായിട്ട് സ്തോത്രം. ഈ സന്ധ്യാവേളയെങ്കിൽ ഞങ്ങൾ അടുത്ത് വരട്ടെ കർത്താവെ. വിശുദ്ധി ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടി ദൈവത്തെ മഹത്വീകരിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ അഭിഷിക്തനെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവെ അതിശക്തമായി കരങ്ങളിൽ വഹിക്കണം. ഈ കാലങ്ങളിൽ തന്നിലൂടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സകലവിധമാകുന്ന വേലകൾക്കായിട്ടും സ്തോത്രം. കർത്താവെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കണമേ. കുടുംബത്തെ മാനിക്കണമേ. ദൈവമഹത്വം വെളിപ്പെടുത്തണം. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഒരു പ്രയാസവും കൂടാതായിരിക്കാൻ ഇടയാക്കണമേ. കർത്തനാമം ഞങ്ങൾ ജയമെടുക്കുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകലമാനവും മഹത്വവും അവിടുന്ന് എടുക്കണം. സകലവും പൊന്നേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമീൻ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഇന്ന് നമ്മോടൊത്ത് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ബൈജു പോളിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ പ്രിയ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാന് കാട്ടാക്കട അമ്പലത്തിൻകാല എന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. വീട്ടിൽ ആരൊക്കെയുണ്ട് പാസ്റ്ററെ? വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 3 കുഞ്ഞുങ്ങളുണ്ട്. ചുറ്റുപാടും സഹോദരങ്ങളൊക്കെ താമസിക്കുന്നു. സ്തോത്രം. മക്കളൊക്കെ പഠനമായിരിക്കും അല്ലേ? അവര് പഠിക്കുക. സ്തോത്രം. ആമീൻ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ പറയുവാൻ പ്രേക്ഷകരോട് പങ്കിടുവാനുണ്ട്. തൻ്റെ ബാല്യകാലത്തിലെ സ്മരണകളെ, അപ്പോൾ തന്നെ കർത്താവ് നടത്തിയ വിധങ്ങൾ, വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് മുഖാന്തരങ്ങളെയൊക്കെ ഒരുക്കി നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കിടുവാൻ ഇന്ന് അവസരമുണ്ട്. കർത്തദാസനെ അതിനായിട്ട് ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ വൈകിയ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനദീപ്തി സാക്ഷ്യ കൂടാരമെന്ന ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ അവസരമൊരുക്കിയ കർത്തദാസി ബീന തോമസിന് എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാക്ഷ്യം കേൾക്കുവാൻ വന്നിരിക്കുന്നതായ പ്രിയ ദൈവജനത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രതീക്ഷിക്കാതെ വണ്ണം ആണ് ദൈവാത്മാവിനാൽ പ്രിയദാസി എന്നെ വിളിക്കുവാൻ ഇടയായത്. ഞാൻ ഒന്നും അങ്ങോട്ട് പറയാറില്ല, പക്ഷെ ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമേ അത് അനുഗ്രഹമാകൂ ഉള്ളത് കൊണ്ടും ഈ സാക്ഷ്യത്തിലേക്ക് വരുവാൻ തക്കോണം തൻ്റെ ദാസിയിൽ കൂടെ ദൈവം പ്രവർത്തിച്ചു. ഞാൻ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു. അത് വളരെ പെട്ടെന്നായിരുന്നു. ഇവിടുന്ന് ആരാധനയ്ക്ക് കടന്നു പോവുകയും ആ പെട്ടെന്ന് ദൈവദാസൻ സാക്ഷ്യം പറയുന്ന ഒരു അവസരം ഒരുക്കി. അതുകൊണ്ട് എനിക്ക് എൻ്റെ സാക്ഷ്യം അത് പൂർണ്ണമായി പറയുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പ്രിയ ദൈവദാസി ചില ദിവസങ്ങൾക്ക് മുമ്പായി പറഞ്ഞതുകൊണ്ടും അത് പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങാനൊക്കെ ദൈവം അവസരം നൽകിയതുകൊണ്ട് ഞാൻ
ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ബൈജു പോൾ എന്നാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ഗോപി, മാതാവ് സരസമ്മ, ഭാര്യ ഷീല, 3 കുഞ്ഞുങ്ങൾ ആകുന്ന ഒരു കൊച്ചു കുടുംബത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. വളരെ അനുഭവങ്ങൾ കൂടെയാണ് ഈ കർത്താവിനെ അറിയുവാൻ ഇടയായത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ റൂമിൽ തന്നെയാണ് ദൈവം ഇറങ്ങി വരികയും കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുത്തി ഒരു സാക്ഷിയാക്കി ദൈവസ്ഥലം മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ സുവിശേഷകനായിട്ട് ഞാൻ അവരോടുകൂടെ ചേർന്നപ്പോൾ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ സഭ ന്യൂ ഇന്ത്യയുടെ ട്രിവാൻഡ്രം സെൻട്രൽ ചെങ്കച്ചുള്ളയാണ്. അവിടെ ഇരിക്കുന്ന അനുഗ്രഹപ്പെട്ട ദൈവാസന്മാരോട് ചേർന്ന് ഇപ്പോൾ പ്രദേശങ്ങളിറങ്ങി സുവിശേഷ വേല ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അനുഭവ സാക്ഷ്യം ബാല്യകാലം മുതലുള്ളതായ ചില വിഷയങ്ങൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അച്ഛൻ ഒരു മദ്യഷാപ്പ് തൊഴിലാളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പുകൾ ലേലം പിടിക്കുമ്പോൾ അതിൽ നിന്ന് ലേലം അവരിൽ നിന്ന് വാങ്ങുകയും അല്ലാതെ മദ്യഷാപ്പുകളിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു ജോലിയിലായിരുന്നു എൻ്റെ പിതാവ്. തിരുമല, പലയിടങ്ങളിൽ ബേക്കറി ജംഗ്ഷൻ, ഇങ്ങനെ പല ഭാഗങ്ങളിലും ഷാപ്പ് നടത്താറുണ്ടായിരുന്നു. എന്നാൽ കുടുംബത്തിൽ നല്ലൊരു പശ്ചാത്തലമല്ലായിരുന്നു. ഒരു പാപത്തിന്റെ വഴികളിൽ ജീവിക്കുന്നവർ മറ്റുള്ള വിവിധ തലങ്ങളിൽ എൻ്റെ പിതാവ് ആയിരുന്നു. എന്നാൽ യേശു ആരെന്നോ എന്തെന്നോ ഒന്നും അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ പിതാവിന് എല്ലാത്തിലും വിശ്വാസമുണ്ടായിരുന്നു. എല്ലാ മതത്തിലും പോവുകയും മുസ്ലിംസ് ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാത്തിലും അതിൽ പങ്കെടുക്കുവാനും അത് ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തുവാൻ പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ഈ മദ്യഷാപ്പിൽ എൻ്റെ പിതാവ് ഞങ്ങളെ പഠിക്കുമ്പോൾ ഏകദേശം 4-5 ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അന്ന് മുതൽ എവിടെയെങ്കിലും മദ്യഷാപ്പിൽ ഫുഡിൻ്റെ വിഷയമായാലും ഏത് അതിൻ്റെ ജോലിയായാലും അവിടേക്ക് ഞങ്ങളെ നിർത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പമാണ്, 4-ാം ക്ലാസ്സൊക്കെ പഠിക്കും. 5-ാം ക്ലാസ് തിരുവനന്തപുരം തിരുമല പാങ്ങോടൊക്കെ പഠിക്കുമ്പോൾ അന്ന് അവിടെയുള്ള ഷാപ്പുകൾ നിൽക്കുമായിരുന്നു. ആ ഷാപ്പിൽ നിൽക്കുമ്പോൾ തന്നെ പിതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ മദ്യം മറ്റുള്ളവർക്ക് വരുന്നവർക്ക് എടുത്തു കൊടുക്കുവാനും മറ്റുള്ള വിവിധ തലങ്ങളിൽ മദ്യഷാപ്പ് ബന്ധത്തിലേക്ക് കടന്നുവാനിടയായി. ഇല്ലാത്ത സമയങ്ങളിൽ അവിടെ മദ്യം ഒഴിക്കുന്നവർ വളരെ മോശകരമായ എന്നുള്ള വിഷയത്തിലേക്ക് ഇടപെടുകയും മറ്റുള്ള ലൗകിക വിഷയങ്ങളുടെ നടുവിൽ അതിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രേരണകളൊക്കെ തരികയും ചെയ്യായിരുന്നു. ഇതൊന്നും പിതാവിന് അറിഞ്ഞുകൂടാ. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി ആ ജീവിതം ഒരു വലിയ പാപ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനിടയായി. വളരെ ചെറുപ്പത്തിൽ തന്നെ പാപത്തിന്റെ ഒരവസ്ഥ അല്ലെങ്കിൽ പാപമായ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോയി. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ മറ്റുള്ള പല വിധത്തിലുള്ളതായ സ്വഭാവ ദൂഷ്യത്തിൽ ഞാനായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്നെ കാർന്നു തിന്നുന്നതായ പല വിഷയങ്ങളും. ഭവനത്തില് സമയത്തിന് എത്തിച്ചേരുകയല്ല, ഏതെങ്കിലും ക്ഷേത്രഭാഗങ്ങളിൽ ഉത്സവം വരുമ്പോൾ അവിടെ ഉറങ്ങുക, അവരോടുകൂടെ ചേർന്ന് മുൻപോട്ട് പോവുക. കൃത്യമായ ഒരു അനുഭവമില്ലാതെ ഞാനായിട്ടുണ്ട്. എന്നാൽ 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ റാങ്കോടുകൂടി പഠിച്ചതാണ്. എന്നാൽ അതിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ അതിനനുസരിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടോ എന്തോ എനിക്കറിയില്ല, എന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വല്ലാത്തൊരു പാപത്തിന്റെ വഴിയിലേക്ക് ഞാൻ കടന്നു പോകാനിടയായി. വീട്ടിൽ സമയത്തിന് വരികയില്ല, ആരെയും അനുസരിക്കാത്ത ഒരു അനുഭവത്തിൽ ഞാൻ മുൻപോട്ട് പോയിരിക്കുന്നു. 10-ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ എൻ്റെ പിതാവ് അല്പ കാശ് കൊണ്ട് വെച്ചിരുന്നു. കാശിൽ ഞാൻ കുറച്ച് എൻ്റെ മാതാവിനോട് ചോദിച്ചു. മാതാവ് തന്നില്ല. തരാത്തത് കൊണ്ട് മാതാവിനെ നിർബന്ധമായി തള്ളി മാറ്റുകയും ആ പെട്ടിയിൽ നിന്ന് 100 രൂപയായിട്ട് ഇവിടെ നിന്ന് ഞാൻ നാട് വിട്ടു പോകാനിടയായി. ആ 100 രൂപയും കൊണ്ട് തിരുവനന്തപുരം തമ്പാനൂർ വന്നു. അവിടെ നിന്ന് പീച്ചി ഡാം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ ബസ് ചെല്ലുവാനിടയായി.
എവിടെ ഇറങ്ങണമെന്നോ എന്തോന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പണക്കാരനാകണം, എനിക്ക് നല്ല പൊസിഷനിൽ എത്തിച്ചേരണം എൻ്റെ ബാല്യമായ മനസ്സിൽ. അങ്ങനെ ഞാൻ ആ തൃശ്ശൂർ പീച്ചി ഡാമിൽ ചെല്ലുകയും അപ്പൊ കണ്ടക്ടർ ചോദിച്ചു, നിങ്ങൾ ഇറങ്ങുന്നില്ല? ഞാൻ പറഞ്ഞു, ഞാൻ നാട് വിട്ടു വന്നതാണ്, എനിക്ക് ഒരിടം പോകാനില്ല എന്ന് പറയാനിടയായി. അദ്ദേഹം പറഞ്ഞു, ബസ്സിൽ നിങ്ങൾ കിടക്കാൻ പറഞ്ഞു. കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ എറണാകുളത്തിന് എന്നെ അദ്ദേഹം ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് എന്നെ ഇറക്കി വിടുവാനിടയായി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഞാൻ അടുത്ത പ്ലാൻ ചെയ്യുക. എൻ്റെ കൊച്ചു മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാൻ ഒരുപാട് സിനിമ ശാലകളിൽ സിനിമ കാണുന്നവനാണ്, അതിലുള്ള ആക്ഷൻ രംഗങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പലരും ഈ പെട്ടിയായിട്ട് പോകുന്നുണ്ട്. അപ്പം ഒരു പെട്ടി എനിക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തട്ടിപ്പറിച്ച് എനിക്ക് ഓടി രക്ഷപ്പെടണം, ഒരു പണക്കാരനാകണം എന്നുള്ള ചിന്തയിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്നു. ഒരു വ്യക്തി കടന്നു പോകുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പെട്ടിയിൽ ഇങ്ങനെ നോക്കുന്നു. അദ്ദേഹം ട്രെയിനിലേക്ക് കയറാൻ പോകുന്നു. പക്ഷേ ഉടനെ തന്നെ എൻ്റെ അടുത്ത് 4 പേർ വന്ന് നിൽക്കുവാനിടയായി. 4 പേരും ചോദിച്ചു, ആ സഹോദരൻ നീ എവിടെ പോകുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നാട് വിട്ടു വന്നതാണ്. ഞങ്ങളുടെ കൂടെ നീ വരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആ വിശന്ന് എൻ്റെ പൈസയും ഇല്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. അപ്പോൾ ഈ കാശുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ തന്ന ആഹാരം പെട്ടെന്ന് തന്നെ അത് വാങ്ങിച്ചു തന്നു. ഞാനത് ഭക്ഷിക്കാനിടയായി. അങ്ങനെ ഞാൻ പറഞ്ഞു, എവിടെയാ പോകുന്നത്? ഞങ്ങള് സ്ഥലം പറഞ്ഞില്ല, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അവരുടെ കൂടെ പോകാനിടയായി. എനിക്ക് 14-15 വയസ്സാണ് അപ്പോൾ. അങ്ങനെ ഇവർ ആന്ധ്രയുടെയും ഒറീസയുടെയും ബാർഡറാകുന്ന ദേവുലപ്പള്ളി എന്ന ഗ്രാമത്തിൽ ഒരു ഡാമിന്റെ പണിക്ക് പോകുന്നവരാണ്. അങ്ങനെ ഇവർ എനിക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഈ 4 പേരോട് കൂടെ ചേർന്ന് ഞാൻ യാത്ര തുടങ്ങി. എന്നാൽ എറണാകുളം കഴിഞ്ഞു, തമിഴ്നാട് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വെപ്രാളമുണ്ടായി. ഞാൻ എൻ്റെ അമ്മയും എൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും വിട്ട് ഞാൻ എങ്ങോട്ടോ പോകുന്നെന്നുള്ള ഒരു വേവലാതിയും വെപ്രാളവും എൻ്റെ ജീവിതത്തിൽ വന്നു. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ, വലിയ ചൂടായിരുന്നപ്പോൾ, ഈ ചൂടൊക്കെ ആദ്യമായിട്ട് അനുഭവിക്കുന്നു, ട്രെയിനകത്തുള്ള യാത്രയും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാതെ എങ്കിലും ഞാൻ അവിടെ നിന്നു. വിജയനഗരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ കടന്നു പോകാനിടയായി. അവര് വിജയനഗരം എന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ദേവുലപ്പള്ളിക്ക് രാത്രി തന്നെ ബസ്സിൽ നേരെ ഈ ദേവുലപ്പള്ളിയിൽ അല്ലെങ്കിൽ ഈ ഡാം പണിയുന്ന ഇടത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അവിടെ നിന്ന് രാത്രി യാത്ര തിരിച്ചു. ഏകദേശം അന്നാണ് ഒരു ദിവസം കഴിഞ്ഞു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഒരു രാത്രി കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം കഴിഞ്ഞായിട്ട് ഓർമ്മയുണ്ട്. എന്നാൽ ഈ ദേവുലപ്പള്ളി എന്ന സ്ഥലത്തേക്ക് ചെല്ലുവാനിടയായി. ഈ ദേവുലപ്പള്ളിയിൽ ഞാൻ അവിടേക്ക് ചെന്നു. അപ്പോൾ ഇവർ ചോദിച്ചു, എന്ത് ജോലിക്ക് നിങ്ങൾ നിൽക്കുന്നു എന്ന് ചോദിച്ചു. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ആഹാരം കഴിച്ച്, എൻ്റെ മാതാപിതാക്കളുടെ ആഹാരം, മദ്യഷാപ്പിൽ ഇഷ്ടം പോലെ ആഹാരമാണ്, ഇതെല്ലാം കഴിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റുള്ള ഒരു കാര്യവും ജോലി ചെയ്യുന്ന അറിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാൻ വെൽഡിങ്ങിന് അല്ലെങ്കിൽ കട്ടിങ് ജോലിക്ക് നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കും. എന്നാൽ എന്നെ കൊണ്ട് അത് കഴിയാത്തൊരവസരം. രാവിലെ വഴിയെ കടന്നു പോകുമ്പോൾ മറ്റുള്ള മൃഗങ്ങൾ, വലിയ മൃഗങ്ങളല്ല, ചെറിയ രീതിക്കുള്ളതായ ഒരു പിന്നെ ഈ കുരങ്ങൻ, മറ്റുള്ളതായ ജീവൻ ഇങ്ങനെ വഴി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അന്ന് ഭയമായതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമായിരുന്നു. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ജോലിക്ക് നിൽക്കണ്ട, നീ ഞങ്ങൾക്ക് ആഹാരം പാകം ചെയ്യുവാൻ തക്കവണ്ണം നിൽക്കാൻ പറഞ്ഞു. എനിക്ക് ആഹാരമൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, എങ്കിലും അവർ ജോലിക്ക് പോകുമ്പോൾ ആഹാരം പാകം ചെയ്യുവാൻ നിന്നു. എന്നാൽ എനിക്ക് പെട്ടെന്ന് ഒരു പനി അവിടെ വന്നു. നേരെ ഹോസ്പിറ്റലിൽ, അവിടെ അടുത്തൊരു ചെറിയ ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലല്ല, ചെറിയൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അവർ 20 രൂപയാണ് ഒരു ദിവസം ശമ്പളം പറഞ്ഞിരുന്നത്. അങ്ങനെ 80 രൂപ അവിടെ ആയി. അപ്പോൾ ഞാൻ തന്നെ മനസ്സിൽ വേദിച്ചു, കർത്താവ്, ദൈവത്തെ എനിക്ക് സോറി, പിന്നെ ദൈവത്തെ വിളിക്കുകയൊന്നുമില്ല, ഞാൻ ദൈവത്തെ അറിയുന്നില്ല. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, 20 രൂപ വെച്ച് 4 ദിവസം ജോലിയല്ലേ ഉള്ളത്, എങ്ങനെ എന്നുള്ള മാനസിക ഭാരത്തോടെ ഞാൻ ആയിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഇവർക്ക് ആഹാരമൊക്കെ പാകം ചെയ്ത് കൊടുത്തിട്ട് ഈ ഡാം പണി, ഈ നദി വളരെ വീതിയുള്ള ഒരു നദിയാണ്. ഈ നദിയിലേക്ക് പലരും ഈ കല്ല് ചവിട്ടി വനത്തിലേക്ക് ഇറങ്ങി വിറക് വെട്ടുന്ന അനുഭവങ്ങളൊക്കെ കാണുവാനിടയായിട്ടുണ്ട്. എന്നാൽ ഞാൻ അവിടെ ഈ ഭക്ഷണമൊക്കെ അവർക്ക് വെച്ചിട്ട് ഞാനും ഈ നദിയിലേക്ക് അടുത്ത് ചെന്നു. കുറെ പെൺകുട്ടികൾ, എല്ലാ പെൺകുട്ടികളുടെയും ഈ മഴു പോലത്തെ ഒരു ആയുധമുണ്ട്, ഒരു വിറക് വെട്ടുന്നതും അവരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി.
ഇവർ ഈ കല്ല് ചവിട്ടി പോകുന്നത് ഞാനും കണ്ടു. ഞാനും പുറകെ ഈ നദിയുടെ അക്കരയ്ക്ക് കല്ല് ചവിട്ടി ഞാനും അക്കരെ കടന്നു. എന്നാൽ ഈ ആ, പെൺകുട്ടികൾ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ എങ്ങോട്ട് പോകുന്നു ഞാൻ കണ്ടില്ല. ഞാനും ഇങ്ങനെ നടന്ന് ഞാൻ വനത്തിന് അകത്തോട്ട് കയറി. വനത്തിനകത്തോട്ട് കയറുമ്പോൾ മറ്റുള്ള മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അവിടുത്തെ വൃക്ഷങ്ങൾ കണ്ട് ഞാൻ പേടിയായി. അന്ന് വർഷങ്ങളോളം പഴക്കമുള്ള ഈ വൃക്ഷങ്ങൾ കണ്ട് അതിന്റെ ഭീകര രൂപങ്ങൾ കണ്ട് ഞാൻ വളരെ ഭയപ്പെട്ട് ഞാനിങ്ങനെ നടന്ന് ആ വനത്തിന്റെ ഏതോ എൻഡിൽ ചെന്ന് നോക്കുമ്പോൾ വിശാഖപട്ടണം കപ്പൽശാല പോലെ എന്തോ എനിക്ക് അവിടെ കണ്ണിൽ കാണുവാനിടയായി. എന്നാൽ ഞാൻ തിരിച്ച് വീണ്ടും എനിക്ക് പെട്ടെന്ന് വരണമല്ലോ, തിരിച്ച് വരാൻ വേണ്ടി ഞാൻ തിരിച്ചു നടന്ന് ഞാൻ വരുമ്പോൾ ഈ നദിയിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഇവര് അക്കരെ വന്ന് കാണും? നമ്മൾ നിസ്സാരമായി ചിന്തിക്കുന്നില്ല. ഏകദേശം ഒരു 500 മീറ്റർ, 1/2 കിലോമീറ്റർ വീതി കിടക്കുന്ന നദിയാണ്. ആ നദിയുടെ ഡാമാണ് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുംഗഭദ്ര കമ്പനി, മറ്റുള്ള ഏതൊക്കെ കമ്പനിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിന്നത് അങ്ങനെ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഈ നദി ഇത്രയും വീതിയുണ്ട്. ഈ നദിക്കകത്ത് വള്ളമൊക്കെ പോകുന്നത് എനിക്കറിയാം. ഈ നദിയുടെ അക്കരെ ഞാൻ എങ്ങനെ കടക്കും എന്നുള്ളതായ ഒരു ഭാരത്തിലായിരുന്നു. ഞാൻ കല്ല് ചവിട്ടിപ്പോയ സ്ഥലവും കാണാനില്ല. അത് വെള്ളം കയറിയതാണോ എനിക്കത് പിന്നെ സ്ഥലം മനസ്സിലാകുന്നാലും ഞാൻ കരയിലിരുന്ന് ഞാൻ ആ കരയിരുന്നിട്ട് ഞാൻ തിരിച്ച് ഡാം വഴി പോവാമെന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഈ കുടിലുകളിൽ താമസിക്കുന്ന വനവാസികൾ പോലത്തെ അവിടെയുള്ള വ്യക്തികൾ എന്നോട് ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ ചിന്തിച്ചു, അങ്ങനെ പോയാൽ ഡാം വഴി കറങ്ങി ഞാൻ താമസിക്കുന്നിടത്ത് വരണമെങ്കിൽ രാത്രിയാകും. അതും കഴിയാത്തോണ്ട് വീണ്ടും ഈ നദിയുടെ കരയിലേക്ക് ഞാൻ വന്നിരിക്കുവാനിടയായി. എന്റെ കൺമുൻപിൽ ഈ 1/2 കിലോമീറ്ററിന് അപ്പുറമുള്ള എന്റെ താമസ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഡാം പണിയാൻ ഏകദേശം 20 വർഷങ്ങൾ കൊണ്ട് ഞാൻ പോയ സമയത്ത് പണി നടക്കുകയാണ്. ആ പണി നടക്കുന്ന ഇടത്തിൽ പിന്നെ ഉള്ള അന്ന് വന്ന് വിവാഹം കഴിച്ച് ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് 20 വയസ്സ് വരെ ആയവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ചു ഗ്രാമം പോലെ അവിടെ ആയിത്തീർന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഞാൻ ഈ നദിക്കക്കരെ എങ്ങനെ കടക്കും എന്നുള്ള ഭാരത്തോടെ ഞാൻ ഇരുന്ന് എനിക്ക് പോകണം. രാത്രി ആയിക്കൊണ്ടിരിക്കുക, ഏകദേശം സന്ധ്യ സമയമായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഈ നദിയിലേക്ക് ഞാൻ ഇറങ്ങുവാനിടയായി. എന്നാൽ എൻ്റെ ആ ബുദ്ധി എനിക്കത് ഫലിച്ചില്ല. കാരണം വള്ളം പോകുന്ന അത്ര താഴ്ചയുള്ള നദിയാണ്. പെട്ടെന്ന് തന്നെ ഞാൻ നദിയുടെ അടിയിലേക്ക് താണുപോകാനിടയായി. നദിയുടെ അടിയിലേക്ക് താണുപോയപ്പോൾ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നവനല്ല, ഞാൻ ആരാധിക്കുന്നവനല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് 3 പ്രാവശ്യം യേശുവേ 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 എന്ന് വിളിക്കാനിടയായി. ഈ യേശുവേ യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കാലിനടിയിൽ എന്തോ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു പാറക്കഷ്ണം നിർത്തിയതുപോലെ എനിക്ക് തോന്നി. സെക്കൻഡുകൾ കൊണ്ട് ഞാൻ വെള്ളം കുടിച്ച് ഞാനപ്പോ നിലവിളിച്ചിട്ട് മറ്റുള്ള അക്കരെ നിൽക്കുന്നവർക്ക് ഭാഷ മലയാളം മനസ്സിലാകത്തോണ്ട് എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ഈ നദിയുടെ അടിയിലേക്ക് താണുകൊണ്ടിരിക്കുമ്പോൾ യേശുവേ എന്നുള്ള 3 പ്രാവശ്യം എണ്ണം പറഞ്ഞു തന്നെ 3 പ്രാവശ്യം യേശുവേ 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 എന്ന് ഞാൻ 3 പ്രാവശ്യം നിലവിളിച്ചു. ആ നിലവിളിയോടുകൂടെ എന്റെ പാദത്തിൽ എന്തോ ഉറയ്ക്കുന്നത് പോലെ, വള്ളം നല്ല ആഴമുള്ള ഇടമാണെന്ന് എനിക്കറിയാം, എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ കരയിലേക്ക് വീണ്ടും കയറി ഇരിക്കുക. ആ ഒരു ഭയം എൻ്റെ മേൽ വന്നു. ഞാൻ കരയിൽ ഇരിക്കുന്നു. ഞാൻ എങ്ങനെ അക്കരെ പോകുമെന്നുള്ള ഇതിലായിരിക്കുമ്പോൾ മന്ദബുദ്ധിയാകുന്ന ഒരു പയ്യൻ അവിടെ കൂടെ നടക്കുന്നുണ്ട്. തമിഴനാണ്. ഒരു നിക്കർ, ഇങ്ങനെ വള്ളി പോലത്തെ ഒരു നിക്കറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവന് സ്വബോധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും എന്നെ രക്ഷപ്പെടുത്തുവാൻ തൊക്കൊണ്ടും വരാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ സൈസുണ്ട്, എന്നെ അക്കരയ്ക്ക് ഇത്രയും ദൂരം കൊണ്ടുപോകണം. ഇതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ മരണം തന്നെ ഞാൻ മുന്നിൽ കണ്ടയാ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവനെ ഇങ്ങനെ വിളിച്ചു, രാമു ഇങ്ക വാ എന്നെ കാപ്പാത്ത്, രാമു ഇങ്ക വാ എന്ന് ഞാൻ, ഈ രാമു എന്ന പേര് ഞാൻ ഇങ്ങനെ വിളിച്ചു. എന്തോ ആ മന്ദബുദ്ധി സ്ഥിരതയിൽ വളരെ കുറവുള്ളതാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ റോഡിൽ നടക്കുന്നത്. പക്ഷേ അവൻ ആ ആറ്റിലേക്ക് ചാടുകയും ഏകദേശം വന്നിട്ട് ഈ ആറ്റിലേക്ക് എന്നോട് ചാടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വീണ ആറാണ്, മുങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഭയം അലട്ടുന്നെങ്കിലും യാതൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് ഞാൻ ആ നദിയിലേക്ക് വീണ്ടും ചാടുകയാണ്. ചാടി എന്നെ എങ്ങനെയോ ഇക്കരെ അവൻ കൊണ്ട് എത്തിക്കാനിടയായി. ഞാൻ അക്കരെ കയറിയത് മുതൽ എൻ്റെ ഉള്ളിൽ ഭയം എന്ന് പറഞ്ഞാൽ ഈ വനത്തിനകത്ത് കയറിയ ഭയം, വെള്ളത്തിൽ വീണത് വല്ലാത്തൊരു മാനസിക
അസ്വസ്ഥ അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. ഞാൻ അവിടേക്ക് ചെന്നു, റൂമിൽ ചെന്നപ്പോൾ 1-2 ദിവസം കഴിഞ്ഞു, എനിക്ക് ആഹാരം എൻ്റെ തൊണ്ട വഴി ഇറങ്ങുന്നില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടെ, എനിക്ക് കഴിക്കുന്നുണ്ട്, ചവയ്ക്കുന്നുണ്ട്, തൊണ്ടയ്ക്കകത്തൂടെ ആഹാരം ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ ശ്രദ്ധിച്ചപ്പോൾ അവർ കൂടിയിരുന്ന് എന്നോടുകൂടെ ജോലിക്ക് വേറെയും 1-2 പേർ, ഈ 4 പേര് വീണ്ടും വന്നു. അവർ പറയുന്നത് കേട്ടു, ഈ പയ്യനോട് ഇത് വേണ്ടായിരുന്നു, ഈ പയ്യനോട് ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തോ എന്നെ ഇവർ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നാട് വിട്ടു വന്നതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അമ്മ റെയിൽവേ ട്രാക്ക് വഴി ഓടി വരിക, മോനെ മോനെ എന്ന് വിളിച്ച് തലമുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ഓടി വരിക. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയാത്ത ഞാൻ, കാരണം എൻ്റെ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ഞാൻ ഈ ആന്ധ്രയുടെയും പിന്നെ ഒറീസയുടെ ബാർഡറിൽ നിൽക്കുക. ഹല്ലേലൂയ. ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ എന്തോ എന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് പോകുന്നു, എനിക്ക് ആഹാരം ഇറങ്ങുന്നില്ല. അപ്പോൾ എന്തോ ചെയ്യുന്നു എന്നുള്ള ഇത് വെച്ച് അതിനകത്ത് തന്നെ അവിടെ തന്നെ ഒരു മന്ത്രവാദിയുണ്ട്. അപ്പോൾ ഈ മന്ത്രവാദിയുടെ അടുക്കൽ ഈ മന്ത്രവാദി ആ ദേശം വിട്ട് പോകാതിരിക്കാൻ തക്കവണ്ണം അപ്പൊ പല കാഴ്ചകളും കാണുന്നുണ്ട്. സൈക്കിളിൽ ഇവര് പുറകെ വരിക, പൊടി ഇടുക. ഈ പൊടി, വെള്ളപ്പൊടി അവര് തൂറ്റി ഇടുന്നത് വരെ എൻ്റെ കാല് അങ്ങോട്ട് പോകില്ല, ആ കാല് അപ്പുറത്തോട്ട് കിടക്കുകയില്ല. ഞാൻ കാല് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. വീണ്ടും ഞാൻ തിരിച്ചു വന്ന് അവിടുത്തെ ആരാധനയുടേതായ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ ട്രാക്ക് പോലെ, ഈ റെയിൽവേ പ്ലാറ്റ്ഫോം പോലെയാണ്, നീളമാണ് അവരുടെ സ്ലാബ്. ഞാൻ ഇങ്ങനെ അറ്റത്ത് സ്ലാബിലിരിക്കുമ്പോൾ എൻ്റെ അങ്ങറ്റത്ത് ഒരാൾ വന്നിരുന്നു. അയാൾ എന്തോ ആ സ്ലാബിന്റെ അറ്റത്ത് ഇങ്ങനെ കറ പോലെ തേച്ചു. എന്റെ കണ്ണുകൊണ്ട് കാണുക, ആ കറ ഇതേ കണക്കിന് വരികയാണ്, എന്റെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരികയാ കറ. ഞാൻ അവിടെ നിന്ന് അങ്ങ് എഴിച്ചു. അപ്പോൾ അതിനെ ഞാൻ കവച്ചു പോകാൻ ഇടയാകാതെ അങ്ങ് എഴിച്ചപ്പോൾ എനിക്ക് പൂർണ്ണമായി മനസ്സിലായി, എന്തോ എനിക്ക് അവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അതിനടുത്ത് ഈ മന്ത്രവാദി എന്ന് പറയുന്ന ആള് വളരെ മുടി വളർത്തിയിട്ടിട്ടുണ്ട്, പെണ്ണുങ്ങളെ പോലെ. അവിടുത്തെ കോടീശ്വരനാണ്, അവിടുത്തെ മദ്യം മുഴുവൻ ഒഴുകുന്നുണ്ട്, അയാൾക്ക് സ്വന്തം വള്ളമുണ്ട്, അത്രയ്ക്കും ഫോഴ്സുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എന്തായാലും എനിക്ക് മനസ്സിലായി, എന്നെ എന്തോ ചെയ്തു, എന്നെ എന്തോ ആ മാന്ത്രിക മണ്ഡലത്തിലാക്കിയിരിക്കുകയാണെന്ന് മനസ്സിലായി. എന്നാൽ യേശു യേശു എന്ന് 3 പ്രാവശ്യം വിളിച്ച ആ ഒരു നിലവിളിയാണ് എന്നെ ഉയർത്തിക്കൊണ്ട് അവിടെ വന്നത്. പിന്നെ എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് വരണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ അവിടെ ആയിരുന്നത്. എന്നാൽ ഞാൻ ഈ മന്ത്രവാദിയുടെ അടുക്കൽ പോയി. ഞാൻ പറഞ്ഞു, മാർക്കരോ തൊഴുത് തന്നെ അവിടെ ഞാൻ തൊഴുതു. ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ രക്ഷിക്കണം. എനിക്ക് അറിയാവുന്ന ഹിന്ദിയിലും തെലുങ്കെന്ന് പറഞ്ഞൂടെ, ഒഡിയ ഭാഷയിൽ ഞാൻ പറഞ്ഞു, എന്നെ രക്ഷിക്കണം, എന്നെ നിങ്ങൾ വിട്ടയക്കണം. ആമേൻ. ഞാൻ 3 ദിവസം ആഹാരം കഴിച്ചിട്ട് എൻ്റെ തൊണ്ടയിൽ കൂടെ ഇറങ്ങുന്നില്ല. അദ്ദേഹം എന്നെ അവിടെ ഒരു കടത്തിണ്ണയിൽ കിടത്തി. ഒരു കടത്തിണ്ണയിൽ കിടത്തിയിട്ട് അയാൾ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ഈ കിളികൾ വന്നു. കിളികൾക്ക് അരിമണി ഇട്ട് കൊടുത്തു, അത് അരിമണി കഴിച്ചു. വീണ്ടും ഇയാളൊരു സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ചില പശുക്കൾ അവിടേക്ക് വന്നു. പശുക്കളുടെ അകിടിൽ നോക്കാൻ പറഞ്ഞു. ഈ പശുക്കളുടെ അകിടിൽ കറുത്ത വലിയ പുള്ളി. ആ പൊട്ടിലേക്ക് നോക്കാൻ പറഞ്ഞു. കാരണം എൻ്റെ സുബോധം നഷ്ടപ്പെട്ട് ഞാൻ അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ അസ്തമിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മയില്ലാത്ത ഒരു മെന്റൽ രോഗിയായി അവിടെ അലയേണ്ട ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞു. എന്നാൽ ദൈവം ആ വിടുതൽ അയച്ചപ്പോൾ അതെല്ലാം എൻ്റെ എന്നെ എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്നെ കിടത്തി ഇതിനെ വിളിച്ചിട്ട് ആ അകിടിൽ നോക്കാൻ പറഞ്ഞു, പാൽ കൊടുക്കുന്ന അകിടിൽ. അപ്പോൾ ഞാൻ അകിടിലേക്ക് നോക്കുന്നു, എല്ലാം കറുത്ത വലിയ പൊട്ടുകളാണ്. അകിടിലേക്ക് നോക്കുന്നു. എന്നിട്ട് ഇയാൾ എന്നെ കിടത്തിയ കടയിലെ സ്ത്രീയെ, അപ്പൊ അവിടെ നിറച്ച കൈ വളയുണ്ട്, ഈ വള വെച്ച് ഇങ്ങനെ കുലുക്കുകയാണ്. ഈ വള വെച്ച് എൻ്റെ സുഖത്തിലേക്ക് ഈ വള വെച്ച് ഇവരിങ്ങനെ കുലുക്കുന്നുണ്ട്. ആമൻ. എന്നിട്ട് അവർ കൈ പൊക്കുമ്പോൾ അവിടെ കഷ്ടഭാഗത്തായിട്ട് വലിയ കറുത്ത പൊട്ടുകൾ. ഇതിൽ നോക്കാൻ പറഞ്ഞു. ഇതിൽ നോക്കി ഇയാൾ എന്തോ ചെയ്തിട്ട് ഒരു നാരങ്ങ വെള്ളം തന്നു, ഒരു ബ്രെഡും ബന്നും തന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു. 3 ദിവസം കൊണ്ട് അടഞ്ഞിരുന്ന എൻ്റെ ഉദരത്തിലേക്ക് അത് പോകാനിടയായി. ഞാൻ അവിടെ നിന്ന് റൂമിൽ വന്നു, എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം. അവർ പറഞ്ഞു, നീ ജോലി ചെയ്തിട്ടില്ല, നീ എങ്ങനെ പോകും? 100 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നെ അവർ അവിടെ നിന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ വിജയനഗരം ബസ്സിൽ വന്നു. അത് രാവിലെ കാത്തിരുന്ന് വൈകുന്നേരം ബസ് വരുന്നത്.
ഈ ബസ് എല്ലാ ദിവസവും ബസ്സിൽ അവിടേക്ക് ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഞാൻ വിജയനഗരത്ത് ചെന്നു. ഞാനിങ്ങനെ ഇരിക്കുക, കാരണം ഒരു പൈസയില്ല. ഇത്രയും വിശപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ വഴിയെ വരുമ്പോൾ തന്നെ ഈ ബസ്സിനകത്ത് പഴം കൊണ്ടുവരും. ആ പഴമൊക്കെ വാങ്ങിച്ച് എന്റെ പൈസ അങ്ങ് തീർന്നു. 100 രൂപയേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിജയനഗരത്ത് ഇരിക്കുന്നു. വിജയനഗരത്ത് ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എന്നോട് സംസാരിക്കുന്ന ഹിന്ദിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നാട് വിട്ടു, നിങ്ങൾ നാട് വിട്ട് പോകരുതെന്ന് പറഞ്ഞ് അവരെ വഴിതിരിച്ച് വിടുക. എന്നിട്ട് ഇവിടെ ഇരിക്കുക. അപ്പോൾ മദ്രാസ് മെയിൽ ട്രെയിൻ വരുന്നു. കയറണമല്ലോ, പൈസ ഇല്ലല്ലോ. ഞാൻ എന്തായാലും മദ്രാസ് മെയിൽ ട്രെയിനിൽ കയറുവാനിടയായി. കയറി ഏകദേശം വിജയവാഡ എത്തുന്നതിന് മുമ്പായി, ഇപ്പോഴാണ് വിജയവാഡ എന്ന് എനിക്കറിയാവുന്ന, അന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വിജയവാഡ എത്തുന്നതിന് മുമ്പായി എന്നെ TTR പിടിക്കുന്നു. TTR പിടിച്ച് TTR എന്റെ പേൻസിനകത്തൂടെ ഒരു പേൻസും 1-2 ഷർട്ടും പൊതി മാത്രമേ എൻ്റെ ഉള്ളൂ, പിന്നെ ഒരു പാൻറ്റും. അപ്പോൾ എന്റെ മുടിയൊക്കെ ഇഷ്ടംപോലെ വളർത്തിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ ഡൈ ഇട്ടുണ്ട്. ഈ പേൻസിനകത്ത് അന്നത്തെ ആ പേൻസിനടക്കി എന്നെ പിടിച്ച് വലിച്ച് എന്നെ റെയിൽവേ സ്റ്റേഷനകത്തൂടെ കൊണ്ടുപോകാനിടയായി. കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഈ ട്രെയിന് കിട്ടിയത് അതിന്റെ കാശില്ല, എന്തോ അപ്പോഴത്തെ ഒരു ശക്തി വന്നോ എന്തോ, ഞാൻ ഒറ്റ തട്ട്, ഇത്രയും ജനം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക, ഒരൊറ്റ തട്ടോടുകൂടി ഞാൻ വീണ്ടും ട്രെയിനിലേക്ക് ചാടി കയറുവാനിടയായി. അപ്പൊ ഇദ്ദേഹം എന്നെ കാണുന്നില്ല. ഞാൻ ഓടിക്കൊണ്ട് ട്രെയിനിൽ ഓടി ചാടി കയറുമ്പോൾ എൻ്റെ കാലിലുള്ള ചെരുപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു. ആ ചെരുപ്പ് ഒരെണ്ണം ഇതിനകത്തേക്ക് പോയി, ട്രാക്കിലേക്ക് പോയി. ഒരു ചെരുപ്പ് പിന്നെ ഞാൻ കളഞ്ഞു. എന്നിട്ട് ഞാൻ മുകളിൽ കയറുമ്പോൾ എൻ്റെ ഉടുപ്പും തുണിയൊന്നുമില്ല, ഞാൻ വെറും പാൻറ്റും ഷർട്ടും മാത്രമായി ഞാൻ മദ്രാസിലേക്ക് കള്ള ട്രെയിനിൽ വന്നിറങ്ങി. മദ്രാസിൽ 2 ദിവസം ഞാൻ അവിടെ കിടന്നു. ആ കിടക്കുമ്പോൾ 1-2 പേർ വന്ന് പറഞ്ഞു, ഇവിടെ കിടക്കരുത്, അവിടെ പോയി ഇരിക്കാം, മദ്രാസ് വേറെ സ്റ്റേഷൻ ഇരിക്കാൻ. ഇവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ പറ്റുന്നില്ല, ഇവർ അടിച്ചോട്ടിക്കുക. നിങ്ങൾ ഇവിടെ കിടക്കരുത് സഹോദരൻ, നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാൻ ഒരു വ്യക്തി വന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രം മെയിൽ കിട്ടാൻ വേണ്ടി, ആ ട്രിവാൻഡ്രം പിന്നെ മെയിൽ ട്രെയിൻ കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ, ഒരു മിലിറ്ററിക്കാരൻ ബോഗിയിൽ പോവുകയാണ്. ഈ ബോഗിയിൽ മിലിറ്ററിക്കാരൻ നിറച്ചു കയറിയാണ്. എന്നെ ഇങ്ങനെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് വെച്ച് എൻ്റെ ആ കടയിൽ നിന്ന് 2 ദോശയും ഇതും വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പോയി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഇയാൾ കഴിച്ചോ എന്ന് എന്നോട് ചോദിച്ചു അദ്ദേഹം. അപ്പൊ ഞാൻ ആരോടൊന്നും ചോദിക്കാറില്ല, പട്ടിണി ഇരുന്നാലും ചോദിക്കില്ല. അതുകൊണ്ട് ഞാൻ, ഇല്ല സാർ കുഴപ്പമില്ല, ഇല്ല നീ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഇയാൾ ദോശ വാങ്ങി തന്നു. ഞാനത് ഏറ്റവും രുചി, ഇന്നും എനിക്ക് മറന്നു പോകുന്നില്ല, കാരണം അത്ര ആ ബിഷപ്പിനകത്ത് കിട്ടിയതാണ്. അത് ഇയാൾ 20 രൂപ തന്ന് ഞാനത് വാങ്ങിച്ച് ഭക്ഷിച്ചുകൊണ്ട് ഞാൻ അയാളോട് കാര്യം പറഞ്ഞു. സാർ, ഞാൻ ട്രെയിനിൽ ഈ ട്രെയിൻ കയറി ഇവിടെ വന്നത്, ഞാൻ നാട് വിട്ട് വന്നെയാണ്, എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം എന്തെങ്കിലും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഓരോ സ്റ്റേഷനിലും കയറി ഇറങ്ങി TTR ഏതിൽ കയറുമോ അതിൽ കയറാതെ നീ കയറുവാൻ പറഞ്ഞു. അങ്ങനെ കയറുവാൻ പറഞ്ഞു. ഞാൻ ആ ട്രെയിനിൽ കയറി. എനിക്ക് കുറച്ച് ആൾക്കാർ ആഹാരം തന്നു, കാര്യങ്ങൾക്ക് തന്നു. ഞാൻ തിരുവനന്തപുരം പട്ടണത്തിനകത്തേക്ക് വന്നിറങ്ങി. എനിക്ക് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. എനിക്ക് യാതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. ഞാൻ അവർ തന്ന ചെറിയ ചില്ലറകൾ കൊണ്ട് ഒരു ബ്രെഡ് വാങ്ങിച്ച് കഴിച്ചിട്ട്, അന്ന് രാത്രി ഞാൻ നാട് വിട്ട് പോയതല്ലേ, ആരും കാണണ്ട, എൻ്റെ അമ്മ ആരും കാണണ്ട ഞാൻ ഈ വരുന്ന കോലം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഫിലിം സമ്പാദിച്ച് തിരുവനന്തപുരത്ത് ഇറങ്ങി കണ്ടിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. അമ്മ എന്നെ കാണുന്നുണ്ട്. ഞാൻ നാട് വിട്ടുപോയി വരുമ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് മാനസിക രോഗത്തിലേക്ക് ഞാൻ അടിമപ്പെടുവാനിടയായി. എനിക്കൊരു ബോധമില്ല, എന്താണ് എനിക്ക് ശരീരത്തിൽ വന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ ഒരു സഹോദരൻ ആദ്യമായി, പോൾ മണികുമാർ എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ അന്ന് രക്ഷിക്കപ്പെടുന്നു. അദ്ദേഹം പറയും, ഇങ്ങനെ ഒരു ചർച്ചിലേക്ക് നമുക്ക് പോകാം, പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. പക്ഷേ അവിടേക്ക് എന്നെ കൊണ്ടുപോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു നിരീശ്വരവാദിയായി തീരും. ഞാൻ പോയ ഇടങ്ങളിൽ എന്നെ ആര് സഹായിച്ചു? എനിക്ക് ദൈവം വേണ്ട, എനിക്ക് യാതൊന്നും വേണ്ട, ഞാനൊരു നിരീശ്വരവാദിയായി ജീവിക്കും എന്നുള്ള തീരുമാനമെങ്കിലും താൻ സ്നേഹിച്ചെന്നെ കൊണ്ടുപോയി. അദ്ദേഹം എനിക്ക് രാവിലെ മുട്ടയും ദോശയും വാങ്ങിച്ച് തരുന്നത് കൊണ്ട് അത് കഴിക്കാൻ വേണ്ടി ഞാൻ കടന്നുപോയി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാഠിന്യമായ ഒരു രോഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. അവർ പ്രാർത്ഥിച്ചു, പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ 3 മാസം ഞാൻ അഡ്മിറ്റായിരുന്നു. 3-ാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, ഇങ്ങനെ 3 വാർഡുകളിൽ ഞാൻ ഇരുന്നു. ഞാൻ എന്ത് പറയുന്നെന്നോ എന്ത് ചെയ്യുന്നെന്നോ അറിഞ്ഞുകൂടാ. എൻ്റെ മാനസിക നില തെറ്റി.
ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ഞാൻ ആയുർവേദ കോളേജ് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ആയുർവേദ കോളേജിൽ ഓടും. അവിടെ ഓടി എന്റെ സഹോദരൻ കൂടെ ഓടി എന്നെ തിരിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിൽ ഏകദേശം 20ഓളം പ്രാവശ്യം എന്റെ ബ്ലഡ് എടുത്തു. എന്ത് രോഗമാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ആ മന്ത്രവാദി ഞാൻ എവിടെ നോക്കിയാലും അദ്ദേഹം ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിന്റെ മൂലയിൽ നോക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നതായി തോന്നുന്നു. എന്റെ പുറകിൽ നോക്കി മന്ത്രവാദി എന്നെ പുറകെ ഇങ്ങനെ വരുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖം തന്നെയാണ്. എനിക്ക് ഭയം അങ്ങ് കയറി കഴിഞ്ഞു. അങ്ങനെ 3 മാസം ഞാൻ അവിടെ ആയിരുന്നു. എന്റെ പല്ലുകള് പൊടിഞ്ഞു പോകാനിടയായി. ഇപ്പൊ ഏകദേശം 8 പല്ലോളം എനിക്കില്ല. പല്ലുകളൊക്കെ പൊടിഞ്ഞ് വായിക്കൂടെ വെള്ള പോലെ വന്നു. ഞാൻ ഒരു കാരണവശാലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതല്ല. എന്നാൽ ആ ദൈവമക്കളെ, ഞാൻ തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിൽ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനോട് ഇടപെടുകയും മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് പ്രത്യേക ഒരു മെഡിസിൻ അവര് വാങ്ങി തരികയും ആ മെഡിസിൻ എൻ്റെ ശരീരത്തിൽ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വ്യത്യാസം തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാനിടയായി. ആ വ്യത്യാസത്തിന്റെ നടുവിൽ വീണ്ടും ഞാൻ പഴയതുപോലെ എൻ്റെ ശരീരത്തിലേക്ക് ഒരു ബലം വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ യേശു 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 എന്ന് 3 പ്രാവശ്യം നിലവിളിച്ചപ്പോഴാണല്ലോ എനിക്ക് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇതെന്താ സംഭവിച്ചത്? അപ്പോൾ എനിക്ക് തമ്പിയുടെ ഹൃദയം, എനിക്ക് ഒരു ട്രാക്ട് ലഭിച്ചു, പഴയ ട്രാക്ട്. അത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ തമ്പിയുടെ ഹൃദയം ഓരോ പേജ് മറിക്കുമ്പോൾ ഓരോരോ അശുദ്ധാത്മാക്കൾ മാറുന്നത് പോലെ മാറി. ഞാനങ്ങനെ എൻ്റെ ദേശത്ത് വന്നു, മലയങ്കിഴ് എൻ്റെ പിതാവിന്റെ ദേശത്ത് വന്ന് ഞാൻ അവരോടൊക്കെ പറയാൻ തുടങ്ങി, യേശു എന്നെ ഇങ്ങനെ വിളിച്ചു. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. ഒരു മനുഷ്യനും യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നതായി ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ പറയും ഇങ്ങനെ, യേശു ഇല്ല, നിന്റെ യേശു 2000 വർഷമല്ലേ ആയുള്ളൂ, ഭൂമി അതിനു മുമ്പേ ഉണ്ടായി. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, പല കാര്യങ്ങൾ വെച്ച് എന്നെ പലരും ഇതിലേക്ക് അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരുവാൻ മനസ്സിലാകാതെ ഞാൻ പലരോടും പറയുമ്പോൾ അവര് എന്റെ സാക്ഷ്യം കേൾക്കും. ഇങ്ങനെ എന്നെ രക്ഷപ്പെടുത്തി, കള്ളമാണ് നീ പറയുന്നത്, ഇങ്ങനെ നീ മന്ത്രവാദത്തിൽ ഇല്ലായിരുന്നു, അതിൽ നിന്ന് അങ്ങനെ ഒരു യേശു വിടുവിക്കയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതിന്റെ നടുവിൽ എനിക്കൊരു പൂർണ്ണമായൊരു ഉറപ്പ് യേശുവാണ് വിടുവിച്ചത്. പക്ഷേ എന്റെ വിശ്വാസം പിന്നെ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എന്റെ വിശ്വാസത്തിൽ എനിക്ക് മുൻപോട്ട് കാണണം, അത് പറഞ്ഞു തരാനോ തെളിയിച്ചു തരാനോ അപ്പോൾ യേശു എന്താണെന്ന് അറിയിച്ചു തരുവാനോ ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. വീണ്ടും ദൈവസന്നിധി വിട്ട് ഞാൻ എൻ്റെതായ രീതിക്ക് പലയിടങ്ങളിൽ ഉത്സവപ്പറമ്പുകളിൽ ചൂതുകളിക്കും മറ്റുള്ള മദ്യപാന കൂട്ടുകെട്ടുകൾക്കും എന്തിനും വേണ്ടി വീണ്ടും ഞാനൊരു പാപത്തിന്റെ മനുഷ്യനായി മാറി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് നദിയിൽ നിന്ന് എന്നെ യേശു വിടുവിച്ചെന്ന് ചോദിച്ചാൽ, എനിക്ക് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും രക്ഷയിൽ വന്ന് മടങ്ങി വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി. വചനം പറയുന്ന സദൃശവാക്യം 20-27 വാക്യത്തിൽ, മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമാകും. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ദീപമാകും. ഞങ്ങൾ സകല മനുഷ്യരും, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട്, എന്നെ മുന്നമേ ദൈവം നിർണയിച്ചിരുന്നത് കൊണ്ട്, ആ നദിയുടെ നടുവിൽ ഞാൻ വിളിക്കാൻ തോന്നാതെ എന്റെ ഉള്ളിനകത്ത് വിളിക്കുവാൻ ഒരു പ്രേരണ നൽകുവാനിടയായി. അങ്ങനെയെങ്കിൽ ആ സാക്ഷ്യത്തോട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ആഴത്തിലേക്കായിരുന്നാലും, പ്രശ്നങ്ങളിലാണോ, കടഭാരങ്ങളാണോ, പ്രതികൂലങ്ങളാണോ, പ്രതിസന്ധികളിലാണോ, തകർച്ചയിലാണോ, നിശ്ചയമായി നിങ്ങൾ ആ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് യേശുവേ എന്ന് നിലവിളിക്കുവാൻ, യേശുവേ എന്ന് നിങ്ങൾ ഹൃദയംഗമായി നിലവിളിക്കാൻ മനസ്സുണ്ടെങ്കിൽ തകർത്തുകളെ ആ ദൈവം വിടുവിപ്പൻ. അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായി ആ നദിക്കകത്ത് വെളിപ്പെട്ടത് ക്രിസ്തു എന്ന പാറയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അവിടെ വെളിപ്പെട്ടു വന്നത് പിന്നെ എനിക്ക് മനസ്സിലായി യേശു എന്ന പാറയാണ്. ആമേൻ. ഞാൻ സങ്കീർത്തനം 71 ഒരു മൂന്നാം വാക്യത്തിൽ 71 വാക്യത്തിൽ സ്തോത്രം, അവിടെ ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും വന്ന് പാർക്കേണ്ടതിന് നിന്നെ പാർക്കേണ്ടത് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ, എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പാറയും എന്റെ കോട്ടയും ആകുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ ആ നദിക്കകത്ത് ആരോരുമില്ലാത്ത, ഭാഷക്കാർ അറിയാത്തിടത്തിൽ, ആ മന്ത്രവാദത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നദിയിൽ നിന്ന് എന്നെ വിടുവിച്ച ഒരു യേശുണ്ട്. 15 വയസ്സിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ വിടുതൽ പ്രാപിച്ചെങ്കിലും വീണ്ടും യഥാർത്ഥ രക്ഷയിലേക്കും ജ്ഞാനത്തിലേക്കും
വന്നത് ഏകദേശം 25 വയസ്സ് ആകുമ്പോഴാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പാപത്തിന്റെ വഴികളിലേക്ക് കടന്നു വന്നിടയായി. ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന റൂം ഞാൻ ആത്മഹത്യക്ക് ഇരുന്ന റൂമാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മഹത്യക്ക് ഇരുന്ന റൂമാണ്. എൻ്റെ ഞാൻ ഇരുന്ന് മുകളിലോട്ട് നോക്കുള്ള ഒരു ഫാനിന്റെ കുളത്തിൽ നിന്നും ഫാനില്ല. ആ കുളത്തിനകത്ത് ആത്മഹത്യക്ക് വേണ്ടി ഞാൻ ഇരുന്നതാണ്. എൻ്റെ മാതാവിന്റെ സാരി എടുത്ത് എനിക്ക് ജീവിക്കണം. എന്താ അവൻ ഹാലയില് സാത്താൻ എന്നെ അത്രമാത്രം അവന്റെ കരങ്ങളിലെ ആയുധമാക്കി മാറ്റി. ഞാൻ സാത്താനോട് പലപ്പോഴും പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ രാത്രി നടക്കുമ്പോഴും എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് അവനോട് പലപ്പോഴും ഞാൻ കേണപേക്ഷിച്ച സമയങ്ങൾ. അങ്ങനെ ഒരു പാപ ജീവിതത്തിലേക്ക് തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചു. ഒരു ആട്ടോ ഡ്രൈവറായി മാറി. മദ്യപിക്കാൻ ആരെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ആ മദ്യം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറി. മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ ഒരു മടിയില്ലാത്തവനായി. പൈസയ്ക്ക് വേണ്ടി പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെയും ഞാൻ എടുക്കുവാനിടയായി. എന്നാൽ 2000 ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടിട്ടിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ആകാശ് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനിടയായി. ഞാൻ പറഞ്ഞത് അത്രത്തോളം ക്രൂരമായ ഒരു മനസ്സിന്, കല്ലുപോലായ ഒരു മനസ്സിന് ഞാൻ ഉടമയായിരുന്നു. ഹല്ലേലൂയ. യേശു രണ്ടാമതും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി. രണ്ടാമതും വീണ്ടും തിരുവനന്തപുരം പട്ടണത്തിൽ റിസർവ് ബാങ്കിന്റെ പുറകിൽ ഒരു മദ്യഷാപ്പ് ഉണ്ട്. 2000 കല്ലുവാതക്കൽ മണിച്ചൻ കേസ് നടക്കുമ്പോൾ, അഭിഷമദ്യ ദുരന്തം നടക്കുമ്പോൾ അതിനോട് ചേർന്ന് ഞങ്ങളുടെ ഷാപ്പും ആക്രമിക്കപ്പെടുവാനിടയായി. ആ ഷാപ്പ് ആക്രമിച്ച് മൊത്തം അടിച്ചു തീർക്കുമ്പോൾ പെട്ടെന്ന് മ്യൂസിയത്തുനിന്ന് പോലീസ് വണ്ടി വരുന്നു. ഞങ്ങളെ അവിടേക്ക് എന്നെയും വേറെ രണ്ടുപേരുടെ കൊണ്ടുപോകുന്നു. ആ മദ്യത്തിലൊക്കെ ഞങ്ങളുടെ സ്റ്റീല് കൈ കൊണ്ട് സ്റ്റീലൊക്കെ വെപ്പിച്ച് അവിടെ ഞാൻ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോൾ എനിക്ക് കുടിക്കാനില്ല. ഞായറാഴ്ച തോറും എനിക്ക് കുടിക്കണം, ഭക്ഷിക്കണം. അതൊന്നും ഇല്ലാതായി, എല്ലാം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് എൻ്റെ കൈയും കാലും വളഞ്ഞു. ഒരു വല്ലാത്ത രോഗത്തിൽ ഞാൻ അടിമപ്പെട്ടു. ഞാൻ കാട്ടാക്കട എന്ന സ്ഥലത്തേക്ക് ഞാൻ കടന്നു. ഡോക്ടർ കണ്ടപ്പോൾ വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പോകാൻ എൻ്റെ കയ്യിൽ കാശില്ല, വെറും 100 രൂപ മാത്രമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് പോകാൻ കഴിയില്ല, ഒരു മെഡിസിൻ എഴുതിയാലില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വന്നു. കൈകാല് വളഞ്ഞവനായി, ശരീരം ബ്ലഡ് കട്ട പിടിച്ചെന്നാൽ പാപത്താൽ രോഗത്താൽ മരണവും. ആ മരണത്തിന്റെ അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. അതുകൊണ്ട് എന്ത് ചെയ്യും? എനിക്ക് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ സാരി എടുത്ത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന മുറിയുടെ ഫാനിന്റെ കുളത്തിൽ കെട്ടി ഞാൻ കഴുത്തിടാൻ പോയപ്പോൾ ഒരു സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു സ്കൂട്ടറിന്റെ ശബ്ദം. ഞാൻ ദൈവത്തെ മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം ഇവിടെ വന്നു. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ഉറപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാമച്ചൻ പാഷ ഇപ്പോൾ IPS ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട എന്റെ ഗുരുവാണ്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് 2 ഗുരുക്കന്മാരാണ്. പ്രാർത്ഥനയിലും പലയിടങ്ങളിലും സാക്ഷ്യം പറയുവാൻ എനിക്ക് പ്രേരണ നൽകി എന്നെ അതിനുവേണ്ടി ഒരുക്കിയത് മാമച്ചൻ പാസ്റ്ററാണ്. എന്നെ സുവിശേഷത്തിന് വേണ്ടി പറയുവാനും കൈവെപ്പ് ശുശ്രൂഷ എല്ലാം നൽകിയത് ഞങ്ങളുടെ റസാലം പാസ്റ്റർ ആണ്. ഇങ്ങനെ 2 ദൈവദാസന്മാർ എൻ്റെ ഗുരുക്കൾ. വളരെ വിശുദ്ധന്മാരും വളരെ ശക്തന്മാരും അനേക ആത്മാക്കളെ നേടുന്നവരും കർത്താവിന്റെ അഭിഷിക്തന്മാരായിരുന്നു അവർ. അവരുടെ ശിക്ഷണത്തിൽ നിന്നതുകൊണ്ട് ഏകദേശം അവരോളം എത്തിയില്ലെങ്കിലും അതിന്റെ ഒരു അനുഭവത്തിൽ ഇത്രത്തോളം ജീവിക്കുവാനായിട്ട്. അങ്ങനെ ഞാൻ ആത്മഹത്യ ഇരിക്കുമ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, നീ മരിക്കരുത്, യേശു നിന്നെ സ്നേഹിക്കും. ഞാൻ പറഞ്ഞു, യേശുവിന്റെ കാര്യം എന്നോട് പറയണ്ട. യേശുവിനെ എനിക്ക് അറിയാം, യേശുവിനെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്ക് മദ്യപാനം നിർത്തുവാനോ പാപപ്രവൃത്തി നിർത്തുവാനോ കഴിയില്ല. അതുകൊണ്ട് യേശുവിന്റെ കാര്യം ഇല്ല സഹോദര, നീ മരിക്കണ്ട എന്ന് പറഞ്ഞു. എന്നെ അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ തന്റെ ഭാര്യ ആന്റി ഇറക്കിയിട്ട് എന്നെ കയറ്റി ഒരു കൊച്ചു ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞാൻ ചെന്ന് കയറുമ്പോൾ അവിടെ പേയാടായിരിക്കുന്ന മറ്റുള്ളൊരു മതമാർഗത്തിൽ ആയിരുന്ന അദ്ദേഹം പ്രവചന ശുശ്രൂഷയോടെ അവിടെ നിൽക്കുക. എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ മരിച്ചു പോകുമെന്ന് എന്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാനല്ലേ പാസ്റ്റേ അവിടെ ഇരുന്നത്, എന്തിന് എന്നെ ഇവിടെ കൊണ്ടുവന്നു, ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും, ഒരുപാട് പേർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് അലിഞ്ഞില്ല. എന്നാൽ ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പോൾ ചില വാർദ്ധക്യ മാതാക്കന്മാര് കണ്ണുനീരോടെ കരയുകയാണ്. സ്വയന്റെ ഹൃദയം അലിയുവാനിടയാൻ വാവിട്ട് അവിടെ ഞാൻ നിലവിളിക്കാനിടയായി. ഞാൻ വാവിട്ട് നിലവിളിച്ച് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ദൈവം എനിക്കറിയാം, എന്റെ ബാല്യകാലത്തിൽ എന്നെ വിടുവിച്ച ദൈവം. അങ്ങനെയാണെങ്കിൽ എന്റെ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എന്റെ പാപത്തെ നീ ക്ഷമിക്കുന്നെങ്കിൽ
ആ യേശുവിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മടങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയ ഞാൻ മടങ്ങി വരുവാനിടയായി. പലപ്പോഴും മാറിപ്പോകാൻ ആഗ്രഹിക്കും. ഒറീസയുടെ നദിയിൽ വീട് വെച്ചിട്ട് ഞാൻ തീരുമാനമെടുത്തു ജീവിക്കും. ആ തീരുമാനത്തിൽ എന്നെ ആ രാത്രി തന്നെ ദൈവം സൗഖ്യമാക്കുവാനിടയാ. എന്റെ കൈകാലുകൾ നിവർന്നു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ വേദനകൾ മാറി. ഒരു പുതിയ മനുഷ്യൻ വീണ്ടും പഴയ മദ്യത്തിൽ നിന്നും മയക്കുമല്ലെന്ന് എന്നെ പുറത്തേക്ക് എത്തിച്ചു. മീശ എടുക്കാൻ വേണ്ടി എന്നെ അടിച്ചവരുണ്ട്. പ്രാർത്ഥിച്ചു. എന്റെ കാലിനകത്ത് സിഗരറ്റ് ബീഡിക്കൂറ്റി എന്റെ തൊഴിൽ സ്ഥലത്ത് എനിക്ക് വെച്ച ഒരു വ്യക്തിയുണ്ട്. ഞാൻ പറഞ്ഞു അവിടെയൊക്കെയും പിടിച്ചു നിൽക്കുക. ദൈവം കൃപ നൽകി. അന്യ സംഘടനകൾ കടന്നു പോകുമ്പോൾ അവരുടെ മുമ്പിൽ തന്നെ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ 2 വാഹനത്തിനകത്ത് പിടിച്ച് നടുക്ക് വെച്ചവരുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഞങ്ങളുടെ ദൈവത്തിനെതിരായി പറഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ നടുവിലൊക്കെയും എന്നെ ഉപദ്രവിച്ചവരൊന്ന് ഭൂമിയിലില്ല. ഞാൻ പറഞ്ഞത് കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കണ്ണിന്റെ കൃഷ്ണമണിയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ടാകാരമായി മുമ്പ് എന്നെ ഒരു യേശു ഉണ്ടായിരുന്നു എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ബലഹീനവരും യേശു. ഒരുപാട് പ്രതികൂലങ്ങൾ വന്നു. കുടുംബ വിഷയങ്ങളുടെ നടുവിൽ എല്ലാം തകർന്ന് തരിപ്പടമായി. അതിന്റെ നടുവിൽ 7 എല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. രക്ഷയിൽ വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ നശിച്ചു. വീണ്ടും ഞാനൊരു 3 വർഷത്തേക്കാളും അലഞ്ഞു തിരിഞ്ഞു. എങ്കിൽ യേശുവിനെ മുറുകെ പിടിക്കാനിടയായി. പലയിടങ്ങളിൽ യേശുവിനോട് സംസാരിച്ചു. ആമേൻ. പെറ്റതല്ല മറക്കുമോ? ഞാൻ നിന്നെ മറക്കയില്ല. അവൻ പലവിധ വിഷയങ്ങളും എന്റെ ജീവിതത്തിൽ സംസാരിപ്പാനിടയാണ്. എന്റെ ദൈവത്തിന്റെ മക്കളെ, എന്നെ ശ്രമിക്കുന്നവരെ, യേശു കൈവിടുന്ന ഒരു ദൈവം, ഉപേക്ഷിക്കുന്ന ഒരു ദൈവം. അനേക ജീവിതങ്ങളെ ഞാൻ ദൈവത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര എന്നിടങ്ങളിൽ ഒരു പൊട്ടനെ പോലെ യേശുവിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. ആന്ധ്രയുടെ തെരുവുകളിൽ പല തെരുവുകളിനകത്തും ട്രാക്റ്റുമായി ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ യേശുവിന് മകർ ഇന്നും ഞാൻ ട്രാക്ട് കൊടുത്തിട്ടായിരിക്കുന്നത്. പറഞ്ഞത് ആ യേശുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് പൂർണ്ണ വിശുദ്ധനെന്നല്ല പറയുന്നത്. എങ്കിലും എങ്ങനെയെങ്കിലും പൗലൂസ് പറയുന്നു, വല്ല വിധേനയും അറിഞ്ഞ ആ സന്തോഷത്തിൽ നിലനിന്ന് നിത്യത പ്രാപിക്കുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതും ദൈവത്തിന്റെ Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ആ നിത്യത പ്രാപിക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടെ ഞാനായിരിക്കുന്നു. ഹല്ലേലൂയ. ആ മധ്യ ഷാപ്പിൽ നിന്ന് എനിക്ക് എന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുവാനിടയായി. അനേക ജീവിതങ്ങളെ ദൈവസ്ഥലിൽ കൊണ്ടുവരുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. എന്തെങ്കിലും അനുഗ്രഹമുണ്ട്, വിടുതലുണ്ടെങ്കിൽ കർത്താവ് നൽകിയത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അനേക ഇടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. പൊട്ടനെ പോലെ കുട്ടികളുടെ ഇടങ്ങളിൽ ജീവാന്റെ പ്രവർത്തനമായി ഞങ്ങൾ ഒരു 3 പേരായി പല പ്രദേശങ്ങളിലും കടന്നുവാനിടയായി. അവിടെയൊക്കെ ദൈവത്തിന്റെ അത്ഭുതം കാണുവാനിടയായി. പോയ ഇടങ്ങൾ ദൈവം മാനിക്കുവാനിടയായി. രൂപവും ഭാവവും ഒന്നും അല്ല നോക്കുന്നത്. ഉള്ളറിയുന്ന ഒരു ദൈവം, നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്നെ പോയ ഇടങ്ങളിൽ മാനിക്കുവാനിടയായി. അവിടെയൊക്കെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഹല്ലേലൂയ. ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയും. ഞാൻ ഇന്ന് ഡ്രൈവറാണ്, പക്ഷേ ഞാൻ ആ കയറുന്ന ഒരു വ്യക്തിയോടെങ്കിലും കർത്താവേ എന്തെങ്കിലും സാഹചര്യങ്ങൾ പറഞ്ഞ് യേശുവിനെ എനിക്കൊന്ന് അറിയിക്കണം. ആ ഒരു സ്നേഹത്തിലാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ആയിരിക്കുന്നത്. പറഞ്ഞത് ആത്മഹത്യയോട് ഞാൻ ഒന്നും കൂടെ പറയും. ഈ റൂമിൽ തന്നെയാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചത്. ഈ റൂമിൽ തന്നെയാണ് കൃപാവരം പ്രാപിച്ചത്. ഞാൻ നോക്കും, എന്നെ ആത്മഹത്യ ഇപ്പോഴും അഭയന്റെ കുളത്ത് പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ റൂമിൽ ഞാൻ ആ ദിവസവും പ്രാർത്ഥനയിരിക്കുമ്പോൾ വിവിധ ഭാഷാവരങ്ങൾ പ്രാപിക്കുവാനിടയായി. വിവിധ കൃപാവരങ്ങൾ പ്രാപിക്കുവാനിടയായി. വെറും ഒരു ആവശ്യത്തിന് വേണ്ടി 3 ദിവസം ഈ റൂമിലേക്ക് കയറിയിരുന്നപ്പോൾ ആ ഒറ്റ പാട്ട് പാടുമ്പോൾ തന്നെ ഒരു ടീച്ചർ വിളിക്കുക, നിന്റെ ആവശ്യത്തിന് മനുഷ്യൻ ഞാൻ പോയില്ല, ഞാനത് വാങ്ങിക്കാൻ പോയില്ല,
3 ദിവസം ദൈവത്തോടെടുത്ത തീരുമാനത്തിനനുസരിച്ച് ഞാൻ ഇരുന്നപ്പോൾ ഞാൻ പുനരൂർ പട്ടണത്തിൽ ദൈവവേല ഇടത്തില് ഏത് അന്യഭാഷ അഭിഷേകം വേണമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പായി ഈ റൂമിനകത്ത് വെച്ച് എന്നെ അഭിഷേകത്തിൽ നിറയ്ക്കാനിടയായി. അങ്ങനെ എനിക്ക് പറയുന്ന ആത്മഹത്യക്ക് എന്നെ കൊന്നുകളയാനിരുന്ന റൂമിൽ, അങ്ങനെയെങ്കിൽ നിന്നെ കൊന്നുകളയാനിരിക്കുന്ന ഇടത്തിൽ നിന്ന്, അത് ഭവനമാകട്ടെ, ഏത് വിഷയമാകട്ടെ, സ്ഥാപനമാകട്ടെ, നിന്നെ കൊന്നുകളയാനിരിക്കുന്ന ഇടത്തിൽ നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവിന് ബലപ്പെട്ട ദൈവമാണെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ട് നിന്നെ തകർക്കുവാനോ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. ഒരുപാട് വേദന ഇന്ന് ഞാൻ അനുഭവിച്ചവനാ. അത് ബൈബിൾ കോളേജ് പഠിച്ച് ഇറങ്ങി സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിൽ വരുമ്പോൾ IPC താബോറിൽ ഞാൻ പഠിച്ചതാ. ഒരു വാഹനം ഓടി 2 വർഷം. ഞാൻ സ്കൂളിൽ ഏറ്റവും മോശമായിരുന്നു, ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞല്ലോ. എന്നാൽ ആ ബൈബിൾ കോളേജ് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാള് ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം അവസാനം ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ചാപ്പൽ പഠിക്കുമ്പോൾ ബൈജു അത്ര നല്ലവനല്ലായിരുന്നു, എന്നാൽ ഞാൻ ഇറങ്ങി ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഏറ്റവും നല്ല കുട്ടിയായി പൗലോസിന്റെ ഒരു മിഷണറി ബസ് അവാർഡ് വാങ്ങിയാണ് ഞാൻ വരുന്നത്. ആ ദൈവദാസൻ അന്ന് ഞാൻ ആ സാർ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുവാനുള്ള മനസ്സരിക്കും. എന്നാൽ അദ്ദേഹം എന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഇതേപോലെ സന്തോഷമില്ല. എന്തുകൊണ്ട്? അദ്ദേഹം രഹസ്യമായി പറയും, നീ ബൈബിൾ കോളേജ് കഴിഞ്ഞില്ല, ഞാൻ വിടാം. അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി വിടുക. ഇന്നലെ വരെ എന്നെ കണ്ടുവിടാത്ത, അങ്ങനെ നിങ്ങളെ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ദൂത് വിളിച്ചു പറയാം. അവരെ അടുപ്പിക്കുന്ന ഒരു ദൈവമാ. നീ മാന്യൻ എന്ന് പറയുന്ന ഒരു ദൈവമാ. നീ നല്ലവൻ, നീ വിളിച്ചതയും വിശ്വസ്തൻ എന്ന് പറയുന്ന ദൈവമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. യേശു നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നമ്മൾ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. എന്നെ ശ്രമിക്കുന്നവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നു, നിരാശയിലായിരിക്കുന്നത്, എന്നെപ്പോലെ ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നെങ്കിൽ, യേശുവേ യേശുവേ എന്ന് നീ ഒന്ന് നിലവിളിക്കാൻ മനസ്സ് വെച്ചാൽ, ആരോരും ഭാഷക്കാരില്ലാത്ത ഇടത്തിൽ ഒരു വലിയ ഡാം പണിയെടുക്കുന്ന നദിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയ എന്നെ സ്തോത്രം ഉയരത്തി നിർത്തിയത് യേശുവാ. പാറയാകുന്ന ക്രിസ്തുവാ. പാറ തകർത്ത് കളയുന്നതല്ല. നിന്റെ അടിസ്ഥാനം മണ്ണിലാണെങ്കിൽ, നിന്റെ അടിസ്ഥാനം മറ്റുള്ള വിടിവിക്കാൻ കഴിയാത്ത ഒന്നിലാണെങ്കിൽ, ഇന്ന് അടിസ്ഥാനമാകുന്ന ക്രിസ്തുവിലേക്ക് നീ വന്നെങ്കിൽ, ഉറപ്പോടെ നിന്നെ നിർത്തി മാനിക്കുവാൻ ദൈവം സർവശക്തൻ തന്നെ. ഹല്ലേലൂയ. ഒരു മാന്ത്രിക മണ്ഡലത്തിൽ ഞാനൊരു സഭയിലേക്ക് കടന്നുപോയി. സ്തോത്രം. ഞാൻ വെറുതെ കടന്നുപോയത്, ഞാൻ പുറകിലിരുന്നു. അപ്പോൾ ആ ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു ദൈവദാസൻ എന്ന് വന്നൊരു ശുശ്രൂഷിക്ക് എന്റെ പേര് ചൂണ്ടി ഞാൻ ഈ സാക്ഷ്യം അവിടെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ദൈവത്തെ ആരാധിക്കാത്ത, കൈയടിക്കാത്ത, പ്രാർത്ഥിക്കാത്ത എന്നെ ഒറീസയുടെ നടുവിൽ നിന്ന് വിടുവിച്ചെങ്കിൽ, കൈയടിക്കുന്ന ആരാധിക്കുന്ന ദൈവജനമേ, സകല മാന്ത്രിക മണ്ഡലങ്ങളിൽ നിന്നും നിന്നെ വിടുവിക്കുന്ന ദൂത് വിളിച്ചു പറയുമ്പോൾ, അനേക വർഷങ്ങളായ ആലയത്തിന് വിരോധമായി, ദൈവാസനെ കൊണ്ട് വിരോധമായി കെട്ടിയിരിക്കുന്ന അന്ധകാര മണ്ഡലത്തെ വാളായിട്ട് ദൈവം വെട്ടിമാറ്റുവാനിടയായി. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ, ഇന്ന് മുതൽ മാന്ത്രിക മണ്ഡലത്തിലോ പരിചയ മണ്ഡലത്തിലോ നിന്റെ ശുശ്രൂഷയുടെ നടുവിൽ നിന്നെ തകർക്കാൻ മുടിക്കാൻ ഏതെങ്കിലും ആഭിചാര മണ്ഡലം ഉണ്ടെങ്കിൽ, എന്റെ അനുഭവത്തിലുള്ള വിളിച്ചു പറയുകയാണ്, അല്ല മന്ത്രവാദികൾ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അത്ര നമുക്കൊരു ചോദ്യം ചോദിക്കാം, അങ്ങനെ ഉണ്ടോ ദൈവദാസനെ മന്ത്രവാദം? അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ടോ? ഉണ്ട്. എന്റെ കണ്ണുകൊണ്ട് കണ്ടയാണ്. അപ്പൊ പറയും, അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ചോദിക്കട്ടെ, മോശയുടെ അവിടെ കടന്നു പോകുമ്പോൾ മന്ത്രവാദികളുടെ വടികൾ പാമ്പാകുക. സ്തോത്രം. ഞാൻ പറയുന്ന സത്യമല്ലേ? മോശ കടന്നു പോകുമ്പോൾ അവിടെയുള്ള മന്ത്രവാദികൾ അതേപോലെ പാമ്പിനെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ശകുനവാദികളും മന്ത്രവാദികളും പറഞ്ഞത്, അങ്ങനെയെങ്കിൽ ആഭിചാരമുണ്ട്, പൈശാചിയമുണ്ട്, എന്നാൽ അഭിഷേകത്തിനകത്തത് തകരും. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിനകത്തത് തകരും. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ അന്ധകാരങ്ങൾ, ആഭിചാരങ്ങൾ വന്നാലും അതിനെ തകർക്കുവാൻ നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് കഴിയും. നിന്റെ അഭിഷേകത്തിനെ ഒന്ന് ഉണർത്തുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി പൗലോസ് പറഞ്ഞതുപോലെ അത് ചെറുതല്ല, അത് വലുതാണ്. അത് നാൾക്കുനാൾ അത് പുതുക്കം പ്രാപിക്കുന്നതാണ്. എന്റെ സാക്ഷ്യം ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും നിരാശയോടായിരിക്കുന്നെങ്കിൽ, ഇന്ന് നീ പ്രാപിച്ച അഭിഷേകത്തിന്റെ ശക്തി ഉയർത്തി വരുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ ഞാനൊരു പ്രബോധനമായി പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേക ദിവസങ്ങളിൽ കൊണ്ടുവരട്ടെ, പലയിടങ്ങളിലും അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് ഒരു 10-12 വർഷക്കാലം ഞാൻ പുനലൂർ പട്ടണത്തിൽ
ആമേ ഹല്ലേലൂയ ദൈവവേല ചെയ്യുവാനിടയായി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പത്രോസും യോഹന്നാനും പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല കേട്ടോ, ക്രിസ്തുവിനെ തരും. ഇന്ന് ഈ പ്രാർത്ഥനാ ടീമിൽ ആ ദൈവദാസി ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനെ തരുവാൻ ഓരോ സാക്ഷ്യങ്ങൾ ഈ ഇതിൽ കൂടെ കേൾപ്പിക്കുമ്പോൾ തന്റെ ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വരണം, ക്രിസ്തു വളരണം, ക്രിസ്തുവിലെ വിടുതൽ പ്രാപിക്കണം. ഞാൻ ദൂത് പറയാൻ പോവുക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വരും നാളുകളിൽ ചില സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ കേൾക്കാനിടയായി തീരും. ഈ മിനിസ്ട്രിയിൽ പങ്കെടുത്തത് കേട്ടത് കൊണ്ട് എന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയെന്ന് പറയുവാൻ യേശുവിന്റെ രക്തത്താൽ അങ്ങനെ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. വടക്കേന്ത്യയിലൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും പറയാനില്ല, പ്രയോജനമൊന്നുമില്ല, വളരെ ശൂന്യം. ഒരു മുറിക്കകത്തിരുന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മുറി വേറൊരാൾ അവകാശമാക്കി വെച്ചിരുന്നു. 5 കൊല്ലങ്ങൾ കൊണ്ട് 5ാമത്തെ കൊല്ലം എന്റെ ഈ റൂമിലാണ് ഞാൻ ചിലതും പ്രാപിച്ചത്. നിന്റെ ഭവനത്തിലാണ് നീ പ്രാപിച്ചതെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ആലയത്തിലാണ് നമ്മൾ മറന്നു കളയരുതേ. നിങ്ങൾ ഏതെങ്കിലും ആ ദൈവദാസനെ മറക്കരുതേ, ദൈവദാസിയെ മറക്കരുതേ. നിങ്ങൾ പ്രാപിച്ചിടത്ത് ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കുവാൻ വഴി തുറന്ന ഇടം മറന്നു പോകരുത്. എനിക്ക് സന്തോഷമുണ്ട്. പലപ്പോഴും പിശാച് പറയും, കണ്ടോ കണ്ടോ നിന്നെ അന്ന്. ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് തന്നെ അത്ഭുതങ്ങൾ, ദർശനങ്ങൾ. 3 ദർശനം എന്ന് പറഞ്ഞാൽ അത്ഭുത ദർശനങ്ങൾ തന്നത്. ഒരു ദിവസം ദൈവം സംസാരിച്ചതിനകത്ത്, യേശുവിനെ വേണ്ടാത്തവനെ നിനക്കെന്തിന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി. ഞാൻ അവരെ ഇങ്ങനെ വാരി പുണർന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവരിലെ ഭൂതം എന്നോട് പോരാടുവാനിടയായി ഈ റൂമിനകത്ത്. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ആ റൂമിനകത്ത് പോരാടാൻ തുടങ്ങി. അവൻ ഞാൻ ഭയപ്പെട്ടു പോയി, കാരണം എനിക്ക് കൃപാവരങ്ങളില്ലെന്ന് വചനം നല്ലവണ്ണം അറിഞ്ഞുകൂടെ പറയാൻ. എന്നാൽ ദൈവത്തെ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ദൈവം സംസാരിച്ചു, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും, കൃപ നാണിക്കല്ല് കയറ്റും. കണ്ടോ? സെക്രട്ടറി 4:7 വായിക്കാൻ പറഞ്ഞു. പറയൂ ശബ്ദം. ഹല്ലേലൂയ. 3-4 പ്രാവശ്യം. ഹല്ലേലൂയ. ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷെ യേശുവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ മധ്യത്തിലൊരു, നിങ്ങൾ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ട് ഒരാളുടെ അവൻ ബ്ലഡിൽ കിടക്കുന്ന പൈസ പിടിച്ചു പറഞ്ഞു. അങ്ങനെ ക്രൂരമായ ഒരു മനസ്സിൽ എത്രത്തോളം പാപം ചെയ്യാൻ കഴിയുമോ 1, 2 എണ്ണി ചെയ്യുക. കാരണം ഇനി ആരോഗ്യമുണ്ട്, ഇനി വേറൊന്നുമില്ല. പക്ഷേ ആമേഹാലിലെ പാപത്തിനൊരു ശിക്ഷയുള്ള കാര്യം തിരുവനന്തപുരം മനസ്സിലായത് മുതൽ ഓരോ ജീവിതത്തിൽ തെറ്റു വന്നാലും നെടുമ്പാട് നിലവിളിക്ക് കർത്താവ് ചെയ്തു പോയി. ശുശ്രൂഷയ്ക്ക് വിളിച്ചാലും എന്തൊരു മാനസികമായ ഒരു ഭാരം. കഴിഞ്ഞ ദിവസം ഉപാസന പോയില്ല, എന്തെന്നറിയോ? എന്റെ ജീവിതത്തിൽ സംസാരത്തിൽ കൂടെ ഒരു ഭാരം വന്നു. എനിക്ക് യോഗ്യതയില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ യോഗ്യനാക്കി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഏത് ദേശമൊന്നുമില്ല. ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നവര് ഗൾഫ് രാജ്യങ്ങളിലോ പലയിടങ്ങളായിരിക്കുന്ന ആരെങ്കിലും ഭാരത്തിലായിരിക്കുന്നു, പ്രതികൂലത്തിലായിരിക്കുന്നു. ബിസിനസ് ജോലിപരമായിട്ടോ നഷ്ടത്തിൽ ഭാരപ്പെടണ്ട. യേശു ഇറങ്ങുവാൻ സർവശക്തൻ തന്നെയാണ്. ഉറപ്പോടെ എനിക്ക് സ്തോത്രം ഹല്ലേലൂയ അവിശ്വാസമില്ല. ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൽ വണ്ടി ഓടുമ്പോൾ ഒരു ഹാജിയാർ എന്റെ വാഹനത്തിൽ കയറി. ഹാജിയാർ വാഹനത്തിൽ കയറി മെഡിക്കൽ കോളേജിനടുത്ത് ഒരു അത്ഭുതം പറയും. 100 കണക്കിന് അത്ഭുതമാണ്. അതിന്റെ ഒരു അത്ഭുതം പറയുക. ഹാജിയാർ വന്ന് കയറി വാഹനത്തിൽ കയറി. എല്ലായിടും ഇയാളുടെ വസ്തുവിന്റെ ഒരു പേപ്പർ തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ടു പോയി. നോക്കണമേ, അവൻ പരിശുദ്ധാൻ ഒന്നും മറവില്ല, നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അന്ന് ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആമേ സ്തോത്രമല്ലയോ. നഷ്ടപ്പെട്ടു പോയി. ഇയാൾ ഇങ്ങനെ വാഹനം കയറി നിരാശയോടെ പ്രവേശനം ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പെന്തക്കോസ്തുകാരൻ. നമ്മൾ പറയുക ഹാജിയാരാ, പെന്തക്കോസ്ത് തന്നെ 10 ദിവസത്തിനകം നിങ്ങളുടെ പേപ്പർ തിരുവനന്തപുരത്ത് ലഭിക്കും എന്ന് ഞാൻ പറയുവാനാണ്. നിങ്ങൾ കേൾക്കണോ? ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ എന്റെ സ്ഥലമുടി പിടിച്ച പറയും, കർത്താവ് ഞാൻ എന്താ പറഞ്ഞത്, ചില സമയത്ത് പറയും എന്താ പറഞ്ഞത്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിലെ 10 ദിവസം പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാജിയാരാണ് എന്റെ ദൈവം, വലിയ ദൈവം എന്ന് അയാൾ അറിയണം. മറക്കലുണ്ട്. ഞാനിത് പ്രാർത്ഥിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഒന്നായി കണ്ടിന്യൂ ആയിട്ടല്ല. ഹല്ലേലൂയ. എന്റെ ജോലി കഴിഞ്ഞു പ്രാർത്ഥിക്കുക. 5ാമത്തെ ദിവസം വെള്ളിയാഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ വർക്കിൽ നിന്ന് കോൾ വരിക, സഹോദര എന്റെ പേപ്പർ കഷണം എനിക്ക് ലഭിക്കാനിടയായി.
അവൻ ഏതോ ഒരു വാഹനത്തിനകത്ത് ആരും മറഞ്ഞു കിടന്നേനെ ഫ്ലാറ്റിൽ പുറത്തു കൊണ്ടുവന്നതുപോലെ നിന്റെ പേപ്പർ വർക്കുകൾ മറഞ്ഞു കിടക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജോലിയുടെ ബന്ധത്തിൽ നിങ്ങളുടെ ചില വിഷയങ്ങളുടെ നടുവിൽ മറഞ്ഞു കിടക്കുന്നെങ്കിൽ, ആത്മാവിൽ ആരാധിക്കാൻ മനസ്സ് വെച്ചാൽ, നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചാൽ, ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മാത്രം അയാൾ ഇങ്ങനെയാ പറഞ്ഞത്, സഹോദര നീ പ്രാർത്ഥിക്കുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി, എന്റെ പേപ്പർ കിട്ടി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ മടുത്തു പോകരുതേ. ഹല്ലേലൂയ. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ല. എന്റെ ദൈവാസം പറഞ്ഞു, മാവറ്റ ഭാഷ പറയുന്നു. ബൈബിൾ നോക്കിയാൽ 4 മണിക്കും 3 മണിക്കും പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ പവർ മാറട്ടെ. ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ നിസ്സാരമായി പ്രാർത്ഥിച്ചാൽ പോരാ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ദൈവത്തിന്റെ മഹത്വത്തിനുണ്ടോ തീർത്തിട്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ബുദ്ധിമുട്ട് ഒരു കുഴിയായി കണക്കാക്കുക. 10,000 ഉള്ള വിഷയമല്ല 1,00,000, 1,00,000 വിഷയമല്ല ഒരു ജോലിയുടെ വിഷയം. അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച് വില കൊടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ കുഴിയെ നിവർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഒന്നും അസാധ്യമല്ല. എത്ര രോഗികൾ സൗഖ്യമായിരിക്കുന്നു, എനിക്കൊരു അവിശ്വാസമില്ല. സ്തോത്രം. സ്തോത്രം. മെഡിക്കൽ കോളേജിൽ ഒരു സഹോദരൻ വന്നു. ഞാൻ എന്റെ കാക്കി ഷർട്ട് ഇട്ടുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ആ സഹോദരൻ കത്തോലിക്കരാ. മെഡിക്കൽ കോളേജിന്റെ നടുവിൽ നിന്ന് എന്ത് അത്ഭുതം നടുവിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുക. രണ്ടുപേരും അപ്പുറത്തപ്പുറം നിൽക്കുക. അമ്മ കന്യാസ്ത്രീകൾ ഓടിക്കൂടി പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞ് ആമേ സ്തോത്രം. അവരിങ്ങനെ പറഞ്ഞു, അയ്യോ സഹോദരൻ നീ കാറിൽ പോകാനല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ കാറുണ്ടെങ്കിൽ നിങ്ങളെ കാണുമായിരുന്നോ. അതുകൊണ്ട് ഹല്ലേലൂയ. മറ്റുള്ള അനുഗ്രഹം കണ്ട് നമ്മൾ നിന്നെ ഇപ്പോൾ ആക്കിയിരിക്കുന്ന മണ്ഡലത്തിൽ വിശ്വസ്തമായി നിൽക്കണം, മറ്റുള്ളതല്ല. നിന്നെ എന്തിനവിടെ ആക്കിയിരിക്കുന്നു. അമ്മേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ നമ്മുടെ ദൈവം അല്പം സാക്ഷ്യം പറഞ്ഞ അല്പം വചനം കൂടെ ആയിപ്പോയി. സോറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ രക്ഷിപ്പാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, എപ്പോഴും ഞാൻ ജനിക്കുന്നതിന് മുമ്പായി. ഹല്ലേലൂയ. എവിടെ ഇങ്ങനെ ഒരു നദിയിൽ വീഴും. അപ്പൊ ദൈവം രക്ഷിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ഏത് വർഷത്തിലാണ് എഴുതിയത്? ഇതൊരു പുതിയ നിയമമല്ല. സ്തോത്രം. ഹല്ലേലൂയ. BC 1600 മുതൽ AD 100 വരെ എഴുതപ്പെട്ട. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾക്ക് ജനിക്കുന്ന എത്രയോ മുമ്പ്, ഹല്ലേലൂയ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ അങ്ങ് ആദ്യം അവസാനം അറിയുന്ന ദൈവം. അപ്പോൾ ഇങ്ങനെ ഒരു സഹോദരനുണ്ട്. അവനെ മാന്ത്രിക മണ്ഡലത്തിൽ അകപ്പെടും, ആ നദിയിൽ വീഴും. അവൻ എനിക്ക് വേണ്ടി ഉള്ളവനാ. സാത്താൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവൻ തകർത്തുകളയാൻ ശ്രമിച്ചിടത്തിൽ ഹല്ലേലൂയ ദൈവം വിടുവിപ്പാനിടയായി. അങ്ങനെ നിങ്ങളുടെ തലമുറ ഹല്ലേലൂയ ആമേ സ്തോത്രം ഏതുമാകട്ടെ അകന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട. ഇന്ന് പകൽ അവരുടെ മേലൊരു വാക്തത്വം ഉണ്ടെങ്കിൽ, അവരുടെ മേലൊരു വിളിയുണ്ടെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ. പത്രോസിനോട് പറയുന്നതാണ്, ഇനി വൃദ്ധനായ ശേഷം അങ്ങനെയെങ്കിൽ കാരാഗ്രഹത്തിൽ എന്തുകൊണ്ടാ ഉറങ്ങുന്നത്? ഹല്ലേലൂയ. ഉറങ്ങുന്നത് എന്തുകൊണ്ടാ? ആമേ സ്തോത്രം. ദൈവം കർത്താവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട് അവനോട്. ആ ദൂതൻ വിശ്വസിച്ച് ഉറങ്ങിയ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? കാരാഗ്രഹം വരുമ്പോൾ, മരണകരമായ രോഗം വരുമ്പോൾ, ക്യാൻസർ വരുമ്പോൾ, വിവിധ രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. 4 ദിവസം നാറ്റം വെച്ച ലാസറിനെ ആമേ സ്തോത്രം വിടുവിച്ച ഒരു കർത്താവ്. ഞാൻ പറഞ്ഞത് എല്ലാം അസ്തമിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അയ്യോ നാറ്റം വെച്ചു പോയി, എനിക്കൊരു രക്ഷയുമില്ലോ, എന്റെ തലമുറയ്ക്ക് ഒരു രക്ഷയും, എന്റെ ഭർത്താവും മദ്യപൻ മാറി വരുന്നില്ലല്ലോ. നീ ഭാരപ്പെടണ്ട. നാറ്റം വെച്ച അവസ്ഥയിൽ ഹല്ലേലൂയ ആമേ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് സ്തോത്രം. എന്നെ മദ്യത്തിൽ എല്ലാവരും ചോദിക്കും, അയ്യോ എത്രയും വർഷമായോ മദ്യമൊക്കെ നിർത്തിയിട്ടെന്നാ ചോദിക്കും. കഴിഞ്ഞ ദിവസം ഒരു സൗരം പറഞ്ഞ ഇങ്ങനെയാണ്, അണ്ണൻ എന്നെ വിട്ടുകൊണ്ട് റോഡിൽ കിടക്കേണ്ടതായിരുന്നു. നിങ്ങൾ ജീവിച്ചത് തന്നെ. എന്റെ കൂടെയുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെയും ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു പോയി. ഒരു വൈദ്യൻ വിളിച്ചിട്ട് ഒരുപാട് പോലീസ് അടി എനിക്ക് കൊണ്ടിട്ടുണ്ട്. ശരീരത്തിൽ ഉത്സവ പറമ്പുകൾ പോകുമ്പോൾ ആക്രമണം കൊണ്ടിട്ടുണ്ട്. ഓടി പോലീസ് ജീപ്പിൽ ഞാൻ പോയി കയറിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ നല്ലൊരു സാക്ഷിയായി അവിടെ നിൽക്കുവാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. ഒന്നും പ്രാഗൽഭ്യമൊന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. ചില നന്മകളൊക്കെ വാഹന സംബന്ധമായി ദൈവം നൽകുവാൻ ഇടയായി. ഹല്ലേലൂയ. ഒരു വാഹനത്തിന് വേണ്ടി ഞാൻ ഭാരപ്പെട്ട ഇടത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാനിടയായി ദൈവം. എനിക്ക് സമയത്തിന്റെ പേരിൽ പറയുന്നില്ല. നമ്മുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വൈദ്യം നോക്കട്ടെ ഇങ്ങനെയാ പറഞ്ഞ്, പ്രിയ സഹോദര, ഒരുപാട് പോലീസ് ഇടിയും നാട്ടുകാരുടെ അടിയൊക്കെ നീ കൊണ്ടേയല്ലേ, 15 വർഷങ്ങൾക്ക് നീ മരണപ്പെട്ടു പോകേണ്ടായിരുന്ന കൈ പിടിച്ചിട്ട് പറഞ്ഞു. നമ്മളെല്ലാം മരണപ്പെട്ടു പോയിട്ട് കൊറോണ വന്നപ്പോഴും അത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊറോണയ്ക്ക് നമ്മൾ ആരെങ്കിലും വിതച്ചോ? ആരെങ്കിലും കൊയ്തോ? കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്ന, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇകത്തിലില്ലേ ഒന്നും ചുമത്തുന്നല്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു ചോദ്യം എങ്ങനെ ചോദിക്കാം? പ്രിയ സഹോദര, യേശു ദൈവം ദൂതന്മാരുടെ നടുവിലല്ലേ ഇരിക്കുന്നത്, എങ്ങനെ കേൾക്കും? മാത്രം. ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാക്ക കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ വിശന്ന് ഉഴന്ന് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാർ. ദൂതസഞ്ചയനത്തിന്റെ നടുവിൽ ഇരിക്കുന്ന കർത്താവ് കാക്ക കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു എന്ന് യോബ് പറയുന്നെങ്കിൽ, അവൻ ഇന്ന് പകൽ എന്നെ ശ്രവിക്കുന്ന ജീവിതമേ, നീ ഇരിക്കുന്ന മണ്ഡലത്തിൽ നിന്റെ കരച്ചിലിന്റെ നടുവിൽ മറുപടി നൽകുന്ന ഒരു ദൈവമാ. അത്രം. ഞങ്ങൾ പറയുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. ആരാധിക്കേണ്ടവർ ആരാധിച്ചു കൊള്ളണം. നിങ്ങൾ ഭവനത്തിലായിരിക്കാം, അമ്മ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലും ആരാധിക്കേണ്ട സമയത്ത് ഒരു ദൂത് കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മ ഒരു ദൈവദാസൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും, നിങ്ങളുടെ രക്ഷയ്ക്കാ വരുന്നത്. നിങ്ങൾക്കറിയാം, എലിയാബിന്റെ ജീവിതത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാ. ഹല്ലേലൂയ. എന്റെ ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ കലത്തിലെ മാവ് അമ്മ ദോഷ് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ ഇങ്ങനെയാ ചിന്തിക്കുന്നത് കടന്നു കയറി, അത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആമേ സ്തോത്ര. ആ മാവിനകത്തായിരുന്നു വിഷം. ഹല്ലേലൂയ. അവളത് തിന്ന് മരിക്കാനിരുന്നു. അതുകൊണ്ടാ പറഞ്ഞത്, അത്യാഗ്രഹം കൊണ്ടല്ല. ഹല്ലേലൂയ. എന്നാൽ അവൾക്കത് മനസ്സിലായി, പ്രവാചകൻ അത് കൊടുത്തു. അവളുടെ മാവില് ആമേ സ്തോത്രം ആ കലത്തിലെ മാവ് കുറഞ്ഞില്ല, എണ്ണ കഴിഞ്ഞില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങളൊരു ദൈവാസം എന്ന് സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല കേട്ടോ, നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാ, നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. മരണകരമായ ഇതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ വേണ്ടി അവർ സുവിശേഷം അറിയിക്കുന്നത്. യേശുവിന്റെ സുവിശേഷം ശക്തിയുള്ളതാണ്. അമ്മ എന്നെ പോലെ പാപിയായ ഒരു മനുഷ്യൻ, പൗലോസ് പറയുന്നത് ഞാൻ പാപിയെന്ന്, എന്നാൽ പൗലോസിനേക്കാൾ വലിയ പാപിയാ ഞാൻ. ഒന്നൊന്ന് എണ്ണി പറഞ്ഞാണ്ടല്ലോ പാപം. മാത്രം ഞാൻ 1, 2 75ഓളം പാപങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എനിക്ക് 100 തയ്ക്കണം, പക്ഷെ അതിനൊന്നും അനുവദിച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആമേ സ്തോത്രം നിന്നെ തകർക്കും, മുടിക്കും, നിന്നെ പാപത്തിൽ വീഴ്ത്തിക്കളയുമെന്ന് ആമേ ശത്രു പറഞ്ഞാലും നിന്നെ ദൈവം കണ്ടിരിക്കുന്നെങ്കിൽ കൊണ്ടുവരെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും. അതിന്റെ തലമുറയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആമേ നിന്റെ ശുശ്രൂഷ നടുവിൽ ആ സ്തോത്രം നിനക്ക് കൊണ്ടുവരാൻ ആകെ കൊണ്ടുവരും. ശത്രു തടയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, ഞാൻ വേഗത്തിൽ അങ്ങ് നിർത്താൻ പോവുകയാണ്. സ്തോത്രം. മൃദുവുള്ള അവസരം എനിക്ക് നൽകി. ഞാൻ എത്ര വ്യക്തമായിട്ട് ഇതിലാ പറയുന്നത്. ആത്മനിറവോടെ കണ്ണുനീരോടെ കരഞ്ഞു തന്നെയാണ് പറഞ്ഞത്. യേശു എന്ന് വിളിക്കുമ്പോൾ ആ പാട്ടറിയാലേ, യേശു എന്ന് വിളിച്ചത് ഞാൻ കരഞ്ഞു പോയി. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് മനസ്സുണ്ട്. കണ്ണുനീരോടുകൂടെ, മനോവ്യസനത്തോടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓരോ വിഷയമായിട്ട് മനോവ്യസനത്തോടെ അവൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ വ്യക്തിയും ഓരോ വിഷയങ്ങൾക്ക് അതിനനുസരിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ഒരേ പ്രാർത്ഥന ആകരുത്. ഹന്നയുടെ ആവശ്യം വേറെയാണ്, രൂത്തിന്റെ ആവശ്യം വേറെയാണ്, നവോമിയുടെ ആവശ്യം വേറെയാണ്. ഹല്ലേലൂയ. അവൻ അങ്ങനെയെങ്കിൽ ആ വ്യത്യസ്തരമായ പ്രാർത്ഥനയിലേക്ക് നാം കടന്നു വരണം. ഹല്ലേലൂയ. ഉറങ്ങുന്നവരായിട്ടല്ല ഈ ദിവസങ്ങളിൽ. ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ
എന്ന് ചോദിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനയില്ല. എന്റെയും കൂടെ ഉൾപ്പെടുത്തിയാ പറയുന്നത്. രാത്രി യാമങ്ങളിൽ 4 മണിക്കും 3 മണിക്കും പ്രാർത്ഥിച്ച് അവൻ കൊണ്ടിരുന്ന എന്റെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. തന്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കും. ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ 5 മണിക്ക് ഒരു ടീച്ചർ വിളിക്കുക, സ്വസ്ഥതയില്ല. വൈജുവേ, നീ അങ്ങോട്ട് വരണം, ഒരു നന്മ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തോ വചനം പറയുന്നില്ലേ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അത് 127 വാക്യങ്ങൾ എങ്ങനെയാ പറയുന്നത്? തന്റെ പ്രിയനോ, അത് ഞാൻ പ്രാപിച്ചു, തന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉറക്കത്തിൽ കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും നിനക്ക് കിടക്കമേൽ. അങ്ങനെ ഇന്ന് അവൻ വിശ്വസിച്ചിന്ന് രാത്രി ഇത് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, എനിക്ക് അടുത്ത നിമിഷം പ്രവർത്തിക്കുന്ന ഞാൻ പറയുന്നത്, എനിക്ക് അവിശ്വാസമില്ല. അടുത്ത നിമിഷം ഓൾറെഡി. ഹല്ലേലൂയ. നമ്മുടെ വിഷമവും ഭാരവും വേദനയും കണ്ട് ഒരു വർഷം കഴിയട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 1 വർഷം കഴിയട്ടെ, 2 വർഷം കഴിയട്ടെ. ഞാൻ ചോദിക്കട്ടെ, 38 ആണ്ട് കുളക്കരയിൽ കിടക്കുന്ന ആ രോഗി, എന്നാൽ അവനെ സൗഖ്യമാക്കുവാൻ ആരുമില്ല, അല്ലെങ്കിൽ അവന് പോവാൻ കഴിയുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അവൻ രോഗം പിടിക്കുമ്പോൾ, ആമേ സ്തോത്രം, യേശു ജനിച്ചിട്ടില്ല. അവന് മനസ്സിലാകുന്നു, അവന് രോഗം വരുമ്പോൾ യേശു ജനിച്ചിട്ടില്ല. ഹാലൽ. എന്നാൽ നാമേം ഒരു കാര്യം ചെയ്യുക അവിടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, അയ്യോ ആ കുളത്തിൽ ചെന്ന് അനുഗ്രഹം പ്രാപിക്കാം, വിടൽ പ്രാപിക്കാം, എനിക്കത് നടക്കും എന്നുള്ള ചിന്തയല്ല, പുതിയതൊന്ന് ചെയ്യുവാൻ. കർത്താവേ, എന്റെ ജീവിതത്തിൽ പുതിയൊന്ന് ചെയ്യണമേ, എന്റെ ശുശ്രൂഷയിൽ പുതിയൊന്ന് ചെയ്യണമേ. ഹാലൽ. എന്റെ ജീവിത മണ്ഡലിൽ, ഭവനത്തിനകത്ത് പുതിയൊന്ന് ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആമൻ, പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം സർവശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി യേശുവിനോട്ട് ഒരുപാട് വേദനയുണ്ട് കേട്ടോ, ഭാരമുണ്ട്, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ. 2 പേരുകളെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് HGTC കടപ്പറ, ഹാലേ, അനുഗ്രഹിക്കപ്പെട്ട ദൈവാശ്രമാൽ കൂടെ IPC താബോറിൽ ആ പഠനമാണ് ആക്കി. 2008 വടക്കേ ഇന്ത്യയിൽ പോകാൻ തുടങ്ങി. ഹാലേ. നമുക്കറിയാം, നമുക്ക് ലാത്തൂര് ഞാൻ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുക. എന്റെ പേര് പറയാൻ വേണ്ടി അല്ലേ പറയുന്നത്. 500 പേര് കിടക്കുന്ന കുഴിയിൽ വാരി തള്ളിയിരിക്കുക. അവിടെ കിടന്ന് നടന്ന ലാത്തൂര് 126 ഗ്രാമങ്ങളിൽ ഭൂകമ്പം നടക്കുമ്പോൾ ഒരു ഗ്രാമം, അവിടെ ഞങ്ങൾ പോയി. അവിടുത്തെ ആ വീടുകളെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണു. പലരും സുവിശേഷം അറിയിച്ചവർ ഏറ്റെടുത്തില്ല. അന്ത്യനായി. ഇന്ന് ഞാൻ സഭയ്ക്കകത്തൊരു വചനം പറഞ്ഞാൽ, തെസ്സലോനിക്കൽ അധർമ്മമൂർത്തികൾ, അവരെ ഫോഴ്സ്കിന്റെ ആത്മാവ് വിശ്വസിക്കുമാറ് ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞ്, വ്യാജ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുപോയി. പക്ഷെ അവർക്കൊരു ന്യായവിധി ദൂതന്മാർക്ക് യൂദയിൽ പറഞ്ഞ് കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചു വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. നമ്മൾ ഈ ദിവസത്തിൽ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പൂർവ്വഭക്തന്മാരുടെ വേർപാട് പോയി, വിശുദ്ധി പോയി. അവൻ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൽ വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ, വിശുദ്ധിയോടെ നിൽക്കുന്നെങ്കിൽ, ഈ വിശ്വാസത്തിനോട് പോരാടുന്നെങ്കിൽ, സ്തോത്രം, ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. നമ്മൾ മേലൊരു ഉപദേശമുണ്ട്, നമ്മോട് ദൈവം ഒന്ന് അറിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിനെ വിട്ട് പൗലോസ് പറയുന്നത്, ഏത് വന്നാലും ഞാൻ മാറുകയില്ല, ഞാൻ തന്നെ പറഞ്ഞാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അവൻ ദൈവം നമ്മെ മാനിക്കട്ടെ. അങ്ങനെയെങ്കിൽ 14-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ, ഉറീസയുടെ നദിയിൽ തകർന്നുകൊണ്ട് എന്നെ യേശു എന്ന് 3 പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ട്രാക്ട് ചെയ്തിട്ടുണ്ട് ബാലന്റെ നിലവിളി സാക്ഷ്യം. ഹല്ലേലൂയ, ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പൈതലെ, ആ ആഴത്തിൽ ഞാൻ താണിന്ന് എന്റെ അമ്മ എന്നെ കാണുമോ, ആരെങ്കിലും എന്നെ കിട്ടുമോ? ആമയോ. പക്ഷേ ദൈവം ഒന്ന് കരുതി, ഇന്ന് ഞാൻ ഈ സൂമിലിരുന്ന് സംസാരിക്കണം, ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ നീ എന്താകണമെന്നും നീ എവിടെ ഇരിക്കണമെന്നും നിന്റെ ആയുസ്സെല്ലാം ഒരുവന്റെ കയ്യിലിരിക്കുക, നമ്മുടെ യേശു കർത്താവിന്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര യേശു കർത്താവിനെ മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ല. ആമേ സ്തോത്രം. അതുകൊണ്ട് ആമേ, ഞാൻ ആത്മഹത്യയിരിക്കുന്ന മുറിയിലാണ് ചിലത് പ്രാപിച്ചത്. ഞാൻ ഒരു ദർശനോടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താൻ പോവുകയാണ്. ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എങ്കിലും ഒരു പരിധി ഉണ്ടല്ലോ. ഞാൻ 3 കാഴ്ചകൾ കാണുന്നു. ആ കാഴ്ചകൾ ചില വർഷങ്ങൾ കഴിഞ്ഞ് അതേപോലെ നടക്കുന്നു. ഒരു വ്യത്യാസമില്ലാതെ ആ 3 കാഴ്ചകളും എന്റെ ജീവിതത്തിൽ. ഒന്ന്, ആമേ സ്തോത്രം, ഒരു പളുങ്ക് നദി കാണിക്കുന്നു. അതിനടുത്ത് ആമേ ഹല്ലേലൂയ, അഴുകി നിൽക്കുന്ന ശരീരങ്ങൾ എന്നെ വിളിക്കുക, മാടി. പക്ഷെ ഞാൻ പേടിച്ചു പോവുകയാണ്. ആമേ, ആത്മാക്കൾ നാശത്തിന്. പിന്നെ എനിക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എഗസ്കേൽ വായിച്ചു പറഞ്ഞു, ആമേ, ശവക്കുഴിയിൽ നിന്നെ കയറ്റം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവാസന്മാരെ, ചിലരെ കൂടെ ആമേ നല്ല കർത്താവിന്റെ ഒരു ആസന്നമായ ശവക്കുഴിയിൽ നിന്ന് കയറ്റാനാ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ കൊറോണയ്ക്ക് വിട്ടുകൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. അല്ലെ കൊറോണയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കുമായിരുന്നു.
എന്തിനാ നിർത്തിയിരിക്കുന്നത്? ചിലരെ കൂടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റണം. പിശാച് ഒരു ഭാഗത്ത് ശക്തമായി വാദിച്ചുകൊണ്ട് ജനത്തെ അവന്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ ശവക്കുഴിയിൽ നിന്ന് കയറ്റുവാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെ സമ്മതിച്ചു കൊടുക്കും? എന്താ പറയുന്നത്? എഗസ്കേൽ പറയുന്നത് ഇങ്ങനെ, കർത്താവേ, അങ്ങ് അറിയുന്നു ഈ ജനം വിടുവിക്കപ്പെടുമോ, എന്റെ ആലയത്തിന് ചുറ്റുമുള്ള ജനം വിടുവിക്കപ്പെടുമോ, ഇവർ മാനസാന്തരപ്പെടുമോ, ഇവർ അസ്ഥികളാവട്ടെ, അസ്ഥിയോട് ചേരുവാൻ, മാംസം വന്ന് കയറുവാൻ, അവര് സൈന്യമായി മാറുവാൻ, ജനത്തെ വിടുവിച്ചെടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, സമ്മതിക്കുക. നീ അറിയുന്നു. ഇന്ന് രാത്രി സ്വർഗ്ഗ ദൂതിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വിടുവിച്ച ദൈവം മരണത്തിൽ നിന്നും, മദ്യപാനത്തിൽ നിന്നും 25 വർഷങ്ങളായി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. വളരെ മദ്യപാനി. എന്റെ അമ്മ കരഞ്ഞിട്ടുണ്ട്. വണ്ടി തലകുത്തനെയാ വരുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ. ഹല്ലേലൂയ. ഞാൻ നടന്നാ മതി. അവർക്കറിയാം ഒരു സാക്ഷ്യം. പലരും പറയും വൈദ്യുണ്ണം പണ്ട് എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ അങ്ങ് മനസ്സാന്തരം എന്നാ പറയും. ഞാൻ പറഞ്ഞത് ഹാലിൽ അവിടെ നിൽക്കുവാനിടയായി അന്ത്യം വരെയും സുവിശേഷം അറിയിക്കുന്ന ഒരു ചിന്ത എന്റെ ജീവിതത്തിലുണ്ട്. എന്തെങ്കിലും തൊഴിൽ ചെയ്തായിരിക്കാം. ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു സുവിശേഷ ഭാഗത്തിന്റെ ഒരു അംഗമായി പ്രവർത്തിപ്പാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്നെ ശ്രമിക്കുന്നവരെ എന്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, മന്ത്രവാദത്തിൽ നിന്നും, ഉറീസയുടെ നടുവിൽ നിന്നും, നദിയുടെ നടുവിൽ നിന്നും ദൈവം എന്നെ വിടുവിപ്പാനിടയായി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോന്നൽ വരും കേട്ടോ, എന്തോ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായി ഈ ദിവസങ്ങളിൽ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയും ദൈവം വെളിപ്പെടാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും. രണ്ടാമത്, ആത്മകത്തിയിരിക്കുന്നിടത്ത് എന്റെ പാപങ്ങൾ പരസ്യമായി ഏറ്റുപറഞ്ഞപ്പോൾ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചപ്പോൾ, അന്ന് രാത്രി തന്നെ എന്നെ ദൈവം സൗഖ്യമാക്കണം. അന്നെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ 24 വർഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു സുവിശേഷകനാക്കി മാറ്റി. ഒരു സഭയിൽ 8 വർഷം വിശ്വാസിയായിരുന്നു. അവിടെ ആത്മാർത്ഥയോടെ നിന്നതുകൊണ്ട് സൺഡേ സ്കൂൾ സാറായി, ഹെഡ് മാസ്റ്ററായി, CIP ആയി. മറ്റുള്ളവർ പലരും സഭ വിട്ട് മാറുമ്പോൾ ഞാൻ പിടിച്ചു നിന്നത് കൊണ്ട് കർത്താവിന്റെ വേലക്കാരനാക്കി എന്നെ മാറ്റി. ആന്ധ്ര, മഹാരാഷ്ട്ര, സ്തോത്രലിലെ, പിന്നെ മധ്യപ്രദേശ്, പലയിടങ്ങളിലും പോയി. ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാനും ജീവാന്യ പ്രവർത്തിപ്പാൻ സഹായിച്ചു. അവിടെ എല്ലാം ദൈവം എന്നെ ശ്രേഷ്ഠമായി നടത്തുവാൻ ഇടയായി. ആഹാരം ഒരുക്കുവാൻ ഇടയായി. ആന്ധ്രയിലേക്ക് അത്ഭുതങ്ങൾ പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയെങ്കിൽ കർത്താവേ, ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ സാക്ഷ്യപ്രകാരം നമ്മെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവാശ്രയെ ഞാൻ സ്തോത്രം പരമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവസം പ്രാർത്ഥിക്കാം. സർവശക്തന് നീതിമാനമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. സ്തോത്രം. വചനദീപ്തി എന്ന ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ, യൂട്യൂബ് ചാനലിൽ കൂടെ കർത്താവേ, ഞങ്ങളുടെ നാമത്തിൽ സാക്ഷ്യം പറയുവാൻ അടിയനെ ബലപ്പെടുത്തിനായി സ്തോത്രം. അതിന് അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസിക്കായി സ്തോത്രം. അനേക ജീവിതങ്ങളെ സാക്ഷ്യമുള്ളവരെ ഈ ദിവസങ്ങൾ ഈ ഫേസ്ബുക്ക് ലൈവിൽ കൂടെ ഹാലിലൂടെ സാക്ഷ്യങ്ങളെ പുറത്തെത്തിക്കുവാൻ പ്രിയമകളെ സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം എന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ദാസനായി പ്രാർത്ഥിക്കും. തലമുറകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഈ ലൈവ് ശ്രദ്ധിക്കുന്നവർക്കായി, അല്ല ഇനി വരും ദിവസം കേൾക്കുന്നവർക്കായി ദൈവസ്ഥലം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ ആദ്യം വായിച്ചതുപോലെ നിന്നെ രക്ഷിപ്പാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പാറ. അങ്ങനെ പലരുടെ ജീവിതങ്ങളിലും അങ്ങൊരു രക്ഷകനായി, പാറയായി, അവരുടെ അവസ്ഥകളിൽ അവരുടെ വിഷയങ്ങളുടെ നടുവിൽ വിടുവിച്ച് അവരെ സൗഖ്യമാക്കി കർത്താവിന്റെ ആയുധങ്ങളാക്കി സ്വർഗം മാറ്റണം. അത്രത്തോളം ദൈവം അവസരം ഒരിക്കലായി സ്തോത്രം ഏൽപ്പിക്കുന്നു. കൃപയിൽ പൊതിയും യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു ദൈവാശ്രീ. ഇത്രത്തോളം അറിയിപ്പാൻ ദൈവം എനിക്ക് ബലം നൽകി, അവസരം നൽകുക. നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റി ഓടിയപ്പോൾ, പാപിയായി ഞാൻ ജീവിച്ചപ്പോൾ, പാത തെറ്റി ഓടിയപ്പോൾ, പാലകൻ നീ തേടി പാതകനടിയാനെ പാവന മാർഗേ ചേർത്തല്ലോ. പാലകൻ നീ തേടി പാതകനടിയാനെ പാവന മാർഗേ ചേർത്തല്ലോ.
യേശുവേ എൻ പ്രാണനായക, നായക ജീവനെനിക്കേകിയോനേ. യേശുവേ എൻ പ്രാണനായക, പ്രാണനായക ജീവനെനിക്കേകിയോനേ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തെന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അനുഗ്രഹീതമായ ആമേൻ നിമിഷത്തിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ വിടുതലുകൾ ഹല്ലേലൂയ കേൾക്കുവാൻ ആമേൻ നമുക്കൊക്കെയും സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പാപിയായി നാം അവിടെ ഇവിടെയൊക്കെ അലഞ്ഞുഴഞ്ഞു നടന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി. ഞാൻ ആമേൻ കർത്തദാസന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ചിന്തിക്കുകയാണ്, ഒരു 14-ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങി ആമേൻ ഒളിച്ചോടിപ്പോയ സ്ഥാനത്ത് ആമേൻ വൻ നദിയിൽ നിന്ന് കർത്താവ് വിടുവിച്ച വിധം. ഹല്ലേലൂയ. നദിയുടെ മേൽ നടന്ന് ആമേൻ അതേ ആഴിയെയും ആഴത്തെയും ആമേൻ തിരിച്ചറിഞ്ഞുണ്ടാക്കിയവൻ അതിന്റെ നടുവിലൂടെ നടന്നു വന്ന് തന്റെ ആമേൻ മുങ്ങാറായ പടകിനെ വിടുവിച്ച, ആമേൻ ശിഷ്യന്മാരെ വിടുവിച്ച ആമേൻ സ്വർഗസ്ഥനായ പിതാവ് ആമേൻ കൈവിടാതെ ഉപേക്ഷിക്കാതെ കർത്തദാസനെ ഇതുവരെയും നിർത്തിയ സ്നേഹത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇത്രയേറെ അനുഗ്രഹീതമേറിയ സാക്ഷ്യം ആമേൻ. പലപ്പോഴും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആമേൻ അനുഭവത്തെ ആർക്കും ഖണ്ഡിപ്പാൻ സാധ്യമല്ല. ഇത് അനുഭവിച്ച കാര്യങ്ങൾ, ഇത് കഥയല്ല, ഇത് വെറും കഥയല്ല, ഇത് ജീവിതമാണ്, ജീവിത അനുഭവമാണ് വിളിച്ചു പറയുന്നത്. ആമേൻ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരോടെയാണ് ഇത് കേൾക്കുവാൻ ഇടയായത്. കാരണം ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നവർ കഷ്ടതയിലൂടെ, ആ കഷ്ടതയുടെ നെടുച്ചുഴലിൽ കടന്നുപോയേ മതിയാകൂ. ഞാൻ പറയട്ടെ, മോശയെ ആമേൻ നീല നദിയിൽ നിന്ന് വലിച്ചെടുത്തത്, പക്ഷേ അവനെതിരായി കുത്തൊഴുക്കി നിന്ന ആമേൻ അവനെതിരായി നിന്ന ആ നദിയുടെ ഒഴുക്കിനെ ഹല്ലേലൂയ ആ നീല നദിയെ വറ്റിക്കുവാൻ, അതിന്റെ ആഴങ്ങളെ കാണുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ, ഞാൻ പറയട്ടെ, അനുഗ്രഹീതനായ കർത്തദാസന്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിടുതലായി മാറും, അനുഗ്രഹമായി മാറും. കാരണം താൻ കഥയല്ല പറഞ്ഞത്, ചെറുപ്രായത്തിൽ കണ്ടെത്തിയ ദൈവസ്നേഹം, ചെറുപ്രായത്തിൽ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ അനുഭവം, ഒരു മന്ദബുദ്ധി പയ്യന്റെ കയ്യാൽ വിടുവിക്കപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുന്നവർക്കൊരു രസം തോന്നും. പക്ഷേ ആമേൻ ജീവിതം അപായത്തിൽപ്പെട്ട് ആമേൻ മരണത്തോട് മല്ലടിച്ച് അടുത്ത നിമിഷം എനിക്ക് എന്തായി തീരുമെന്ന് ചിന്തിച്ച് പേടിച്ച് വികലനായിരിക്കുന്ന ഒരു പയ്യന്റെ ജീവിതത്തിന്റെ അനുഭവം അത് തനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഹല്ലേലൂയ, ഇത് ദൈവത്താൽ സംഭവിച്ചതാ. ആമേൻ. വെറുതെ അല്ല കർത്തദാസനെ ദൈവം ആമേൻ ഈ വീട് വിട്ട് ഇറങ്ങുവാനും ഒറീസയിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഇടയാക്കിയത്. കാരണം അനുഭവങ്ങളുടെ ഒരു പരമ്പര തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അനേകരോട് ഈ സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. അനേകര് വിടുവിക്കപ്പെടണം. മാത്രമല്ല പിന്നെയും പിന്തിരിഞ്ഞും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടെങ്കിലും എൻ്റെ ദൈവം എത്ര സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവിന്റെ സ്നേഹം എവിടെയും കടന്നു വരും, എവിടെയും കടന്നു വരും. തനിക്ക് വേണ്ടവരെ കാലാകാലങ്ങളിൽ താൻ ചേർക്കും, തൻ്റെ അടുത്തേക്ക് കൂട്ടിവരുത്തും. മാത്രമല്ല അനേകരുടെ ഇടയിലേക്ക് അയക്കും. ഇന്ന് കർത്തദാസൻ പലയിടങ്ങളിലൊക്കെ കടന്നു പോകുന്നു. ആമേൻ. ഞാൻ പറയട്ടെ, ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ കർത്തദാസന് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കർത്തദാസന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടുവിട്ടു പോകുക മാത്രമല്ല, അനേകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, അനേകരിൽ ഈ സാക്ഷ്യം എത്തിക്കണം. കാരണം ഇന്ന് ആമേൻ പലരും മന്ത്രവാദ ശക്തികൾക്കും ആമേൻ മറ്റ് ലോകത്തിന്റെ ജഡീക മോഹങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളാണ് താൻ പങ്കുവെച്ചത്. കേട്ട കഥയല്ല, താൻ അനുഭവിച്ച സാക്ഷ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആമേൻ അന്ന് താൻ ദൈവത്തെ അറിഞ്ഞ കാലഘട്ടമല്ല, അതുകൊണ്ട് തനിക്കിത് ആമേൻ അനുഭവിപ്പാനും അതേ യേശുവാനും ഇടയായി. എന്നാൽ ഇന്ന്
മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിനക്ക് ഭവിക്കയില്ല എന്ന് വചനം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കർത്തദാസിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും താൻ അനേകായിരങ്ങൾക്ക് ഒരാശ്വാസമായി മാറട്ടെ. അനേകരെ ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് നടത്തേണ്ടതിന് തന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആമേൻ നിറഞ്ഞ മനസ്സോടെ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലൂടെ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഇത് വെറുതെ ആമേൻ നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല. ദൈവാത്മാവ് ആമേൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ആമേൻ ഒരു പ്രോഗ്രാമാണ്. എൻ്റെ പ്രായത്തിനും പരിധിക്കും ഒത്തും ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല. എങ്കിലും കർത്താവ് ഈ ദിവസങ്ങൾ ഇത് ചെയ്യിപ്പിക്കുമ്പോൾ, അനേകരെ ഈ പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ ഒരേ സമയത്ത് എത്തിക്കുമ്പോൾ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങൾ ആരെങ്കിലും ഒരു ഫേസ്ബുക്ക് ആമേൻ ഒന്ന് അവർ തുറന്ന് കാണുന്ന സമയത്ത് ഇത് അവരുടെ ഹൃദയത്തെ ഒന്ന് ടച്ച് ചെയ്താൽ, ആമേൻ അപ്പോൾ തന്നെ യൂട്യൂബ് ഒന്ന് തുറന്നാൽ അവരുടെ ഹൃദയത്തെ ആമേൻ ഈ സാക്ഷ്യം ഒന്ന് ത്രസിപ്പിച്ചാൽ, ആമേൻ അവരും ദൈവത്തിങ്കിലേക്ക് ആമേൻ അടുക്കുവാൻ കാരണമാകും. അത്ര മാത്രമേ എനിക്കിതിൽ ഉദ്ദേശശുദ്ധിയുള്ളൂ. ആകയാൽ ദൈവം എന്നെയും ബലപ്പെടുത്തുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദാസിദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ആർക്കെങ്കിലും സാക്ഷിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്പർ ഇടും. നിങ്ങൾ അതിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളെ ഞാൻ ആമേൻ ഈ സാക്ഷ്യത്തിനായി ക്ഷണിക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കർത്തദാസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തിയല്ലോ കർത്താവ്. അവിടുത്തെ അഭിഷിക്തനെ ബലപ്പെടുത്തിയല്ലോ. സ്വാർത്ഥതയോടെ അനേകര് ഇന്ന് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ നിസ്വാർത്ഥമായി അവിടുത്തെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ വല്ല വിധേനയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവിടുത്തെ അഭിഷിക്തനെ ഇത്രത്തോളം സഹായിച്ചല്ലോ. തുടർന്നും പിതാവേ ആ ഉന്നതമേറിയ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. ദൈവാത്മാവേ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ ആരെയും അങ്ങ് കൈവിടുന്ന ദൈവമല്ല. അവരെയും അവരുടെ തലമുറകളെയും അങ്ങോട്ട് മാനിക്കുന്ന ദൈവമാണ്. ആകയാൽ തൻ്റെ ഇടുക്കത്തിന്റെ അവസ്ഥകൾക്കും കർത്താവെ തന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥകൾക്കും ഒക്കെയും ഇത്രത്തോളം വിടുതൽ കൊടുത്തു. താൻ പാർത്തിരുന്ന ഒരു മുറിക്ക് പോലും കർത്താവെ താൻ അർഹനല്ലാതാക്കി തീർത്ത അവസ്ഥകളിലും ആമേ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചു. അതിന്റെ നടുവിൽ ദൈവം അതിനുള്ള മറുപടികളെ കൊടുത്ത് മാനിച്ചല്ലോ. സ്വാതന്ത്ര്യത്തോടെ ഇന്ന് കർത്താവെ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്റെ ജീവിതാനുഭവം പങ്കുവെക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. തുടർന്നും ദൈവമേ, ധനവും മാനവും പുരാതന സമ്പത്തും അവിടുത്തെ പക്കലുണ്ട്. നിങ്ങളുടെ അഭിഷിക്തനെ കുടുംബത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ഭൗതികമായും ആത്മീയമായും ശാരീരികമായും മാനസികമായും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏറിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ ഒത്തുചേർന്ന് നിങ്ങളുടെ അഭിഷിക്തനെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. ഇനിയും അനേകർക്ക് ആശ്വാസമായി, അനേകായിരങ്ങൾക്ക് ഒരു തണലായി നിങ്ങളുടെ അഭിഷിക്തനെ കരങ്ങളിൽ ഉപയോഗിക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുകയായി സ്തുതിക്കണമേ. സകലവും പുത്രനാം യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഇത്രത്തോളം സമയം ചെലവഴിച്ചതിന് ഞങ്ങൾ കർത്തനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.